Hello guys, Sri here. Welcome back to the podcast. Sri here guys, welcome back. So, എന്താ പറയാനുള്ള പോഡ്കാസ്റ്റിലേക്ക് വെൽക്കം ബാക്ക്. കഴിഞ്ഞ ഗസ്റ്റിനെ കൊണ്ടുവന്നവരോട് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. പ്ലീസ് ഡു സപ്പോർട്ട് us. ഞങ്ങൾക്ക് ഇതുപോലത്തെ വാല്യൂഫുൾ ആയിട്ടുള്ള നല്ല ഡീപ്പ് ഇൻസൈറ്റ് ഉള്ള ഒരു ഗസ്റ്റ് അടുത്ത ചാർട്ടർ ആണ്. ഓണം സ്പെഷ്യൽ എപ്പിസോഡ് ആയിരിക്കും. ദാറ്റ് വിൽ ബി കമ്മിങ്. എന്താ പറയുന്ന ഒരു വേദിക് ആയുർവേദ രീതിയിലുള്ള നമുക്ക് എല്ലാവർക്കും ഗുണം ചെയ്യുന്ന, നമുക്ക് എല്ലാവരുടെയും വീട്ടുകാർക്കും നമ്മളുടെ കൂട്ടുകാർക്കും എല്ലാം ഗുണം ചെയ്യുന്ന ഒരു പോഡ്കാസ്റ്റ് ആയിരിക്കും. അത് മിസ് ചെയ്യരുത്. സത്യം, അതിനെ പക്ഷേ ഇച്ചിരി സ്പിരിച്വൽ ഡെപ്തിലോട്ട് നമ്മൾ ഓഫ് കോഴ്സ്, കാരണം ആയുർവേദം എങ്ങനെ ഭൂമിയിൽ വന്നു, ആര് കൊണ്ടുവന്നു, വിൽ ഗോ ഓൾ ദ വേ ഫ്രം ആയുർവേദ ഹോസ്പിറ്റൽസ് ടു റെമഡീസ് ഫോർ ഡെയിലി പ്രോബ്ലംസ്. യെസ്, റെമഡീസ് ടു ഡെയിലി പ്രോബ്ലംസ്. അത് മാത്രമല്ല, ആയുർവേദം ഇവിടെ വന്നതൊരു മിസ്റ്ററിയാണ്. ഇറ്റ് ഈസ് സെഡ് ടു ബിലീവ് ദാറ്റ് ആദിയോഗി എന്ന് പറയുന്ന ആള് നമുക്ക് ആയുർവേദ ഗിഫ്റ്റ് ചെയ്തതാണെന്നാ പറഞ്ഞത്. വേർ ഡസ് ആദിയോഗി കം ഫ്രം? ഷിബായി. അതെ, വേറൊരു വേൾഡ്. അതൊക്കെ നമുക്ക് അടുത്ത എപ്പിസോഡ്, ഇപ്പോഴേ അങ്ങോട്ട് പോകണ്ട. സോ അതാ, നമുക്ക് ഇന്ന് ഇച്ചിരി റെലവെന്റ് ആയിട്ടുള്ള സാധനം സംസാരിക്കുന്നതിന് തുടങ്ങുന്നതിന് മുമ്പ് എനിക്ക് ട്രംപിന്റെ കാര്യമൊക്കെ ഒന്ന് പറയാനുണ്ട്. പയ്യ എങ്ങനെയുണ്ട്? ട്രംപ് എന്ന് പറയുന്ന സത്യം പറഞ്ഞാൽ എനിക്ക് നോ ഹേറ്റ് ടു ഹിം. ഹി ഈസ് എ ഗുഡ് അമേരിക്കൻ പ്രസിഡന്റ്. ഞാൻ മനസ്സിലാക്കിയ ട്രംപ് ഇന്ത്യക്കെതിരെയാണ്, ശരി. പക്ഷേ നമ്മളൊരു പെർസ്പെക്റ്റീവ് നോക്കുമ്പം ട്രംപ് ഈസ് എ ഗ്രേറ്റ് അമേരിക്കൻ പേട്രിയോട്ട്, ജസ്റ്റ് ലൈക്ക് നമ്മുടെ മോഡി എന്ന് പറഞ്ഞാൽ അവർ രാജ്യസ്നേഹികളാണ്, അവർ രാജ്യ തീവ്രവാദികളാണ്. അവരുടെ രാജ്യത്തിന് വേണ്ടി, ഭാരത് മാതായ്ക്ക് വേണ്ടി മോദി എന്താണോ ചെയ്യുന്നത് അതുപോലെയാണ് ഗ്രേറ്റ് അമേരിക്കയ്ക്ക് വേണ്ടി ട്രംപ് ചെയ്യുന്നത്. ഇത്രയും നാൾ ഈ രാജ്യങ്ങളെല്ലാം കൂടെ ട്രംപിനെ സൂമ്പിച്ചുകൊണ്ടിരിക്കുന്നതാണെന്ന്, അമേരിക്കയെ സൂമ്പിച്ചുകൊണ്ടിരിക്കുന്നതാണെന്ന് കണ്ടുപിടിച്ച് ട്രംപ് അതിനുള്ള കൗണ്ടർ മെഷേഴ്സ് ചെയ്യുവാണ്. അത് ബാക്കിയുള്ള ലോകത്തിന് തെറ്റാണോ, പ്രശ്നം വരുമോ? ഡെഫിനറ്റ്ലി യെസ്. ഇന്ത്യ സഫർ ചെയ്യുന്നുണ്ട്, ചൈന സഫർ ചെയ്യുന്നുണ്ട്, റഷ്യ സഫർ ചെയ്യുന്നുണ്ട്. ഗ്രോയിങ് എക്കണോമീസ് എല്ലാം ഇനി ഡെഡ് ആവാൻ ചാൻസ് ഉണ്ട്. പക്ഷെ വാട്ട് ഈസ് ഡൂയിങ്, അയാൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ അയാളുടെ രാജ്യം അമേരിക്ക ഗ്രേറ്റ് അഗൈൻ. ആ ഒരു കോൺസെപ്റ്റ് അല്ല ഡ്രീം കൊണ്ടുവരാൻ നോക്കുന്നുണ്ട്. കാരണം പുള്ളി എപ്പോഴും പറഞ്ഞിട്ടുള്ള കാര്യമാണ്, ഞാൻ അമേരിക്കയുടെ പ്രസിഡന്റാ, ലോകത്തിന്റെ പ്രസിഡന്റ് അല്ല. ട്രൂ ഫാക്ട്. സോ എനിക്ക് അതിൻ്റെ കൂടെ വേറെ തന്നെ, ഈ ട്രേഡ് വാർ നമ്മളെ എക്കോണമീനെ എങ്ങനെ എഫക്ട് ചെയ്യും? ഹാവ് എനി പ്രഡിക്ഷൻസ്? ഈ ട്രേഡ് വാർ നമ്മളെ എക്കോണമിയിൽ എങ്ങനെ അഫക്റ്റ് ചെയ്യുമെന്ന് ചോദിച്ചാൽ, ദ ബെസ്റ്റ് ആൻസർ എനിക്ക് തരാൻ പറ്റുന്നത്, നമ്മളുടെ എക്കോണമിയിൽ ഒരു 1 വർഷം, 1.5-2 വർഷത്തേക്ക് ചെറിയൊരു എഫക്റ്റൊക്കെ നമുക്ക് തോന്നും. പക്ഷേ ഇത് വലിയൊരു മൂവ്മെൻ്റ് ആണ്. ഇതാണ് നമ്മുടെ മേക്ക് ഇൻ ഇന്ത്യ എന്ന് പറയുന്ന സാധനം കൊണ്ടുവരാൻ കാരണമാകുന്നത്. നെക്സ്റ്റ് 10 ഇയേഴ്സിലാവേണ്ട ഇന്ത്യ നെക്സ്റ്റ് 5 ഇയേഴ്സിലെത്തും, താങ്ക്സ് ടു ട്രംപ്. ഒരു അക്യൂട്ട് ഡിസീസ് പിടിക്കുന്നതിനാണ് കാണും. അതെ, എന്ന് വെച്ചാൽ നമുക്ക് ഒരു എന്താ പറയുന്ന, പുലി ചാപ്പ കുതിക്കുന്നതിന് മുന്നേ പതുങ്ങത്തില്ലേ? എക്സാക്ട്ലി, ഒരു അക്യൂട്ട് ഡിസീസ് പിടിച്ച് ഇമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്യുന്നു. അതെ. കാരണം നമുക്ക് ഇപ്പം നമ്മൾ ഭയങ്കരമായിട്ട് അമേരിക്ക ഡിപ്പെൻഡൻ്റ് ആണ്. അത് ബ്രേക്ക് ചെയ്ത് നമ്മൾ സെൽഫ് റിലയൻ്റ് ആവാൻ പോകുന്ന ആദ്യത്തെ വർഷങ്ങളാണ് അടുത്ത 2 വർഷം. ഞാൻ വേറൊരു റീസെന്റ് പോസ്റ്റിൽ വായിച്ചതാണ്, ബ്രിക്സിന്റെ ഒഫീഷ്യൽ ട്രേഡിംഗ് കറൻസി ഇപ്പം ഡോളറല്ല, ഇന്ത്യൻ റുപ്പിയാണ് എന്ന് ഞാനും കേൾക്കുന്നു. പക്ഷെ അത് ഒഫീഷ്യൽ ആയിട്ടില്ല. കാരണം റഷ്യയും ചൈനയും റൂബിൾസിൽ ട്രേഡ് ചെയ്ത് തുടങ്ങി. ഇപ്പം ഇന്ത്യൻ റുപ്പി ഉപയോഗിച്ച് തുടങ്ങി. സൗത്ത് ആഫ്രിക്കയും ഇന്ത്യയും തമ്മിൽ ഇന്ത്യൻ കറൻസി ഉപയോഗിച്ച് തുടങ്ങി. ചൈനയും ഇന്ത്യയും തമ്മിൽ ഇന്ത്യൻ കറൻസിയും യെന്നും ഉപയോഗിച്ച് തുടങ്ങി. അവർ ഡോളർ ഉപയോഗിക്കാതിരിക്കുകയാണ്. അതാണ് അമേരിക്കയ്ക്ക് പറ്റും. ഇതിന്റെ എല്ലാം ചൊറി തുടങ്ങിയത് അമേരിക്കയുടെ പാകിസ്ഥാനിലുള്ള ന്യൂക്ലിയർ ബേസിൽ അമേരിക്കയുടെ ന്യൂക്ലിയർ ബേസിൽ ഇന്ത്യ അടിച്ചതാണ് പ്രശ്നം വന്നത്. പാകിസ്ഥാനിലുള്ള പാകിസ്ഥാൻ എന്ന് പറയുന്ന സ്ഥലത്തെ അമേരിക്കൻ ന്യൂക്ലിയർ സ്റ്റോറേജ് ഫെസിലിറ്റി 22-ാം തീയതി 27-ാം തീയതി ഓപ്പറേഷൻ സിന്ദൂറിൽ നമ്മൾ ബോംബിട്ട ഒരു ഫെസിലിറ്റി മൊത്തം, അതിനകത്ത് 100 കണക്കിന് അല്ലെങ്കിൽ 50-ൽ കൂടുതൽ ന്യൂക്ലിയർ വെപ്പൺസ് സൂക്ഷിച്ചു വെച്ച ഒരു മണ്ണിനടിയിലെ സ്റ്റോറേജ് ഫെസിലിറ്റി ഇനിയും മനുഷ്യർക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്ത രീതിയിലാക്കിയിട്ടുണ്ട്. റേഡിയോ ഡീക്ക്. എന്നിട്ട് അതിനെപ്പറ്റി നമ്മളുടെ ആർമി ചീഫിനോട് ചോദിച്ചപ്പോൾ ആർമി ചീഫ് ലോക ടെലിവിഷനിൽ നിന്ന് പറയാം, അയ്യോ ഞങ്ങൾ അവിടെ അടിച്ചോ, ഞങ്ങൾ അറിഞ്ഞില്ല, പറഞ്ഞു തന്നതിന് നന്ദിയെന്ന്. ഞാൻ കണ്ടത്. അതാണ് നമ്മളുടെ റെസ്പോൺസ്. സോ എന്താണെന്ന് ഞാൻ ഇനി പറയണ്ട. അതുപോലെ തന്നെ നമ്മളുടെ RSSന്റെ പ്രസിഡന്റ്, ഹെഡ്, ടോപ്പ് ഗായ് ഉണ്ടല്ലോ, ഭഗവത് എന്തോ പുള്ളിയുടെ പേര്, എനിക്ക് പേരറിഞ്ഞൂടാ. പുള്ളിയെ കാണാൻ ഇന്ത്യൻ ആർമിയുടെ ചീഫ് പോയായിരുന്നു. ഇന്ത്യൻ ആർമി ചീഫ്. പുള്ളിയുടെ മുകളിൽ പ്രസിഡന്റ് മാത്രമേ ഉള്ളൂ.
എന്നിട്ട് മറ്റേ ദണ്ട് കെട്ടിത്തരാൻ പറഞ്ഞു. അപ്പം പുള്ളി പറഞ്ഞു എനിക്ക് അങ്ങനെ ചെയ്യാൻ പറ്റില്ല, ഞാൻ എല്ലാവർക്കും ചെയ്യില്ല, ഗുരുദക്ഷിണ തന്നാ ചെയ്യാന്ന്. അപ്പത്തേനും ആർമി ചീഫ് ചോദിച്ച് എനിക്ക് ഈ ദണ്ട് കെട്ടുന്നതിനൊരു കാരണമുണ്ട്, ഇതെനിക്ക് കെട്ടിത്തന്നാൽ ദക്ഷിണയായിട്ട് ഞാൻ POK തരാന്ന്. പാകിസ്ഥാനൊക്കെ പോയിട്ടില്ല. യാ, കാശ്മീർ നിങ്ങൾക്ക് ഞാൻ ദക്ഷിണയായിട്ട് തരും എന്ന് പറഞ്ഞിട്ട് അതുണ്ടും കെട്ടിക്കൊണ്ട് പോയിട്ടുണ്ട്. ഇന്ത്യൻ ആർമിയുടെ ചീഫാണ്. ഇത് ബാലരമയിലെ കളിക്കുടുക്ക കഥയല്ല, കഴിഞ്ഞ ആഴ്ച നടന്ന കഥയാണ്, ചുമ്മാ സെർച്ച് ചെയ്ത് നോക്കിക്കോളുക. So let's get back to the podcast. What have you prepared for us? എന്ന് വെച്ചാല് പപ്പു അണ്ണൻ ഇപ്പൊ എന്ത് പപ്പുണ്ണ ബ്രാൻഡ് പിള്ളേരൊക്കെ ഇപ്പൊ പപ്പുണ്ണൻ വിളിക്കുന്നു. ഗൈസ് എന്നെ ശ്രീന്ന് വിളിക്കുക. പപ്പുണ്ണൻ പറ, പപ്പുണ്ണൻ എന്ത് പപ്പുണ്ണന് പറയുള്ളൂ. അപ്പോ പലരും കേട്ടിട്ടുള്ള അല്ലെങ്കിൽ പലരും കേട്ടിട്ടില്ലാത്ത ഭയങ്കരമായിട്ട് ആളുകൾ അറിയേണ്ട ഒരു തിയറിയാണ് ദി ഐസ് വാൾ തിയറി. പക്ഷെ അതിനകത്ത് ഒരുപാട് കോൺസ്പിറസി അല്ലേ? 100% ഫുൾ കോൺസ്പിറസി ആണ് നീ ഇപ്പൊ പറഞ്ഞുകൊണ്ട് തുടങ്ങുക. ഓക്കെ, നിനക്ക് എന്താണ് ഐസ് വാളിനെ പറ്റി ചുമ്മാ ഒരു വേഗ്? ആസ് എ നോൺ ബിലീവർ, ഞങ്ങൾ രണ്ടുപേരും നോൺ ബിലീവേഴ്സ് ആണ്. ഭൂമി ഉരുണ്ടതാണെന്നും പരന്നതാണെന്നും ഒന്നും വിശ്വസിക്കാത്തതാണ്. ബിക്കോസ് ഞാൻ അത് കണ്ടിട്ടില്ല, ഞാൻ കണ്ടാലേ ഞാൻ വിശ്വസിക്കൂ. അപ്പൊ ഞങ്ങൾ അറിയാവുന്ന തെളിവുകൾ വിശ്വാസമുണ്ട്. ഗുഡ്, അവനും വിശ്വാസമാണ്, കാരണം നമ്മളെ കൊച്ചിലോട്ട് പഠിപ്പിച്ച അതാണ്. വാട്ട് എവർ. എന്താ ഐസ് വാളിനെ പറ്റി എനിക്കറിയാവുന്ന സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ ദർ എക്സിസ്റ്റ് അന്റാർട്ടിക്കയിൽ ഒരുപാട്. അത് ഫസ്റ്റ് സ്പെക്കുലേഷൻ തുടങ്ങിയ തന്നെ ഈ US എക്സ്പെഡിഷനും ജർമ്മൻ എക്സ്പെഡിഷനും റഷ്യൻ എക്സ്പെഡിഷനും ഒക്കെ ഭയങ്കര സീക്രട്ടീവ് ആയിട്ടാണ് അന്റാർട്ടിക്കയിൽ നടക്കുന്നത് സംഭവം. അപ്പൊ അതിൻ്റെ ഉൾപ്പെടെ അതിനകത്തുനിന്നുള്ള ഒരു എവിഡൻസോ റേറ്റിംഗ്സോ ഒന്നും പബ്ലിക് ആക്കിയിട്ടുമില്ല. യെസ്. അപ്പൊ അങ്ങനെ തോന്നിയൊരു ക്യൂരിയോസിറ്റിയാ. പിന്നെ അതുവഴി പോയിട്ടുള്ള കുറച്ച് പേര് എന്തൊക്കെയൊക്കെ അവിടെ ഒരു ഐസ് വാൾ ഉണ്ട്, ഐസ് വാളിന് അപ്പുറത്തൊരു സിവിലൈസേഷൻ ഉണ്ട് എന്ന് പറയുന്നു. ഐ ഹാവ് നോ ഐഡിയ റിഗാർഡിങ് ദാറ്റ് തിങ്. പക്ഷേ സംതിങ് കാരണം എനിക്കൊരു US പൈലറ്റോ നേവി പൈലറ്റോ ആ ഇൻസിഡന്റ്, അഡ്മിറൽ ജനറൽ റിച്ചാർഡ് E. ബേർഡ്. ഓക്കെ, പുള്ളി അത് നമുക്ക് വേറെ എപ്പിസോഡിൽ ചെയ്യാം. അന്റാർട്ടിക്ക നമ്മൾ ഇതുവരെ ചെയ്യാന്ന് പറഞ്ഞിട്ടേ ഉള്ളൂ. അന്റാർട്ടിക്ക നമുക്ക് ചെയ്യണം. സോ അതാണ് എനിക്ക് അന്റാർട്ടിക്കയിലെ ഐസ് വാളിനെ കുറിച്ചുള്ള അറിവ്. ഓക്കെ, സോ ഇവൻ ഈ പറഞ്ഞ തിയറി എന്താന്ന് വെച്ചാൽ പല ലോക രാജ്യങ്ങളും വിശ്വസിക്കുന്നത്, സൗത്ത് അമേരിക്കയിലൊക്കെ മിക്കവരും വിശ്വസിക്കുന്നത്, ചൈന, അതുപോലെ ബുദ്ധിസം, അതുപോലെ നമ്മുടെ ഹിന്ദു വേദിക് വിശ്വാസകരും വിശ്വസിക്കുന്നത്, എല്ലാവരും എന്നല്ല, ഇതിനെപ്പറ്റി പഠിച്ചവർ വിശ്വസിക്കുന്നത്, ഭൂമി എന്ന് പറയുന്ന കോണ്ടിനെന്റ്സിന് കഴിഞ്ഞ് ഒരു മതിലുണ്ട്. ആ മതിലിനകത്താണ് നമുക്കറിയാവുന്ന ഈ 7 കോണ്ടിനെന്റ് എന്നൊക്കെ പറയുന്നതല്ല. ഈ 7 കോണ്ടിനെന്റ് എന്ന് പറഞ്ഞാൽ മൊത്തത്തിൽ 4 ലാൻഡ് മാസുകളേ ഉള്ളൂ. ഈ യൂറോപ്പ്, ഏഷ്യ, അതെല്ലാം ഒന്നാണ് സത്യത്തില്. ഇങ്ങനെ പറയുകയാണെങ്കിൽ ഒരു ഫ്ലാറ്റ് എർത്ത് തിയറിയിലോട്ട് പോകത്തില്ലേ? ഫ്ലാറ്റ് എർത്ത് തിയറിയിലോട്ട് നമുക്ക് ഈ എപ്പിസോഡ് പോയില്ല, പക്ഷെ അടുത്ത എപ്പിസോഡിലേക്ക് നമുക്കതും അഡ്രസ്സ് ചെയ്യേണ്ടി വരും. കാരണം ഫ്ലാറ്റ് എർത്ത് തിയറി എവിടൊക്കെയാണ് അതിനകത്ത് പോയിന്റുകൾ വരുന്നതെന്ന് നമുക്ക് അറിയണം. കാരണം ഞാൻ എന്നുള്ള ഒരാൾ ഇതിനെപ്പറ്റി പഠിച്ചപ്പോൾ എനിക്ക് ഡിസ്മിസ് ചെയ്യാൻ പറ്റുന്ന തിയറീസ് അല്ല. മനസ്സിലായോ? നമ്മളിപ്പോൾ റീൽസിൽ കണ്ട് കളഞ്ഞു, അതൊക്കെ മണ്ടത്തരങ്ങളാണ്. പക്ഷെ നമ്മൾ യഥാർത്ഥ ഇത് എന്തിനെ പറ്റിയാണ് പറയുന്നത്, ഹൊറൈസണിനകത്ത് ആംഗിൾ വെച്ച് നോക്കുന്നു, തെളിവെടുക്കുന്നു, കണക്ക് കൂട്ടി നോക്കുന്ന ഒരാളാണ് ഞാൻ. അതുകൊണ്ടാണ് പറയുന്നത് സംതിങ് നമ്മളെ ആരൊക്കെയോ പറ്റിക്കാൻ നോക്കുന്നുണ്ട്. ഫ്ലാറ്റ് ആണെന്നൊന്നും ഞാൻ പറയുന്നില്ല, പക്ഷെ അവർ പറയുന്ന പോലെ അല്ല. അത് മറ്റേ വേൾഡ് മാപ്പ് ഉൾപ്പെടെ വേൾഡ് മാപ്പ് ഇപ്പം ഈ കഴിഞ്ഞ ആഴ്ച ആഫ്രിക്ക UN ഒരു ഇത് വെച്ചേക്കുക, UN ചാർട്ടറിൽ പെറ്റീഷൻ വെച്ചേക്കാണ്. ആഫ്രിക്ക മാപ്പിൽ എന്തുകൊണ്ട് ചെറുതാക്കി അതിനെ കറക്റ്റ് സൈസ് ആക്കണം എന്ന് UN വെച്ചേക്കുക. ഇതൊക്കെ രാജ്യങ്ങൾ തമ്മിൽ സംസാരിക്കുന്ന വലിയ വിഷയങ്ങളാണ്. പക്ഷെ ഇതൊക്കെ നമ്മൾ വിചാരിക്കും ഇതൊക്കെ കോൺസ്പിറസികളാണ്. അതൊക്കെ തോട്ട് ബിഹൈൻഡ് കാണും. അതെ, ഉറപ്പായിട്ടും. അപ്പോ ഇങ്ങനത്തെ റിലംസിന് ഇതിനെ കുറിച്ചൊക്കെ ഐ ഓൺലി ബിലീവ് ദർസ് എന്താ പറയാ നമ്മുടെ പുരാണാസ് വേദാസ്. ഇന്ന് നമ്മള് അതാണ് ഒരു ഇൻട്രസ്റ്റിംഗ് എപ്പിസോഡാണ്. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതിന്റെ ബാക്കി ഫ്ലാറ്റ് എർത്തിലോട്ട്, അല്ലെങ്കിൽ ഫ്ലാറ്റ് എർത്ത് എന്ന് ഞാൻ പറയത്തില്ല, ദ റിയർ എർത്തിലോട്ട്, അല്ലെ നമ്മളിൽ നിന്ന് മറച്ചു വെച്ചേക്കുന്നത് എന്തൊക്കെയാന്ന് പറഞ്ഞുതരാം. അതെ, അത് നമ്മൾ ഈ എപ്പിസോഡും അടുത്ത എപ്പിസോഡും ഒക്കെ ആയിട്ട് പറയും. ഗൈസ്, തുടങ്ങുന്നതിന് മുന്നേ
വി ഹോപ്പ് വി ആർ റോങ്. വി ഹോപ്പ് വി ആർ റോങ് ആൻഡ് ഡു യുവർ ഓൺ റിസർച്ച്. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് അടിക്കുക, നിങ്ങൾക്ക് ഡൗട്ട് ഉള്ളത് കമൻറ്റ് ചെയ്യുക, അതുപോലെ തന്നെ കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യുക. കമ്മ്യൂണിറ്റി ഇപ്പോൾ വെച്ച് സീനാട്ടോ. സോണി ബ്രോനെ വഴിയുണ്ടായിരുന്നു ബ്രോ. ഞാൻ എൻ്റെ ഇവൻ ടൗണിൽ പോയപ്പോൾ ആൻഡ് സോണി ബ്രോ ബൈക്ക് ഓടിക്കുക, ബൈക്കിൽ നോക്കുമ്പോൾ ഒരാളൊരു പോഡ്കാസ്റ്റ് കേൾക്കുന്നു. ബൈക്കിൽ പുള്ളി പോഡ്കാസ്റ്റ് കണ്ടുകൊണ്ട് പോവുക. അപ്പോഴത്തേന് ഇവൻ ഈ മനുഷ്യൻ എന്ത് കാണിക്കുന്നു പറഞ്ഞ് നോക്കിയപ്പോൾ കാണാൻ ഇവൻ ഇരിക്കുന്ന ആ പോഡ്കാസ്റ്റിൽ. ഞാൻ ഹായ് ബ്രോ എങ്ങനെയുണ്ട് പോഡ്കാസ്റ്റ് നല്ലതെന്ന് പറഞ്ഞു. പിന്നെ ഹെൽമെറ്റ് ഊരിയപ്പോൾ ഹായ് ബ്രോ. സോ എല്ലാവരും തുടങ്ങുക ഈ പോഡ്കാസ്റ്റിലേക്ക് അങ്ങോട്ട് തുടങ്ങിക്കോ. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ പോഡ്കാസ്റ്റിൽ ഈ പറയുന്ന വാളിനെ പറ്റിയും ഈ വാൾസിന് വെളിയിലെ പറ്റിയും വാളിനകത്തെ പറ്റി എന്തെങ്കിലും റെലവൻസ് ഉണ്ടോ എന്ന് നമ്മൾ വേദിക് ഏൻഷ്യൻറ്റ് റിലീജിയസ് ടെക്സ്റ്റുകളിലേക്ക് നോക്കാൻ പോവാം. നമുക്ക് അവിടെയൊക്കെ ഉത്തരം കിട്ടിയില്ലെങ്കിൽ നമുക്ക് അങ്ങോട്ടേ പോകേണ്ടത്. നമ്മളുടെ പൂർവികർ, കാരണം നാസ വന്നിട്ട് 100 വർഷം പോലും ആയിട്ടില്ല. ആൻഡ് ഈ പറയുന്ന വേദിക്കും കാര്യങ്ങളൊക്കെ 10,000-7,000 വർഷങ്ങൾക്ക് മുന്നേ എഴുതുക. അന്നത്തെ കാലത്ത് അവർ എന്തുകൊണ്ട് എങ്ങനെ എപ്പോൾ വിചാരിച്ചിരുന്നു എന്നാണ് നമ്മൾ ഈ പോഡ്കാസ്റ്റിൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, വേദിക് ലാൻഡ് എപ്പിസോഡിൻ്റെ പേര് നമുക്ക് അങ്ങനെ ഇടാം. ഓക്കെ, അപ്പോൾ ഹിന്ദു പുരാണം അനുസരിച്ച് 7 ഐലൻഡ് കോണ്ടിനെൻറ്റുകളാണ് ഉള്ളത്. എന്ന് പറഞ്ഞാൽ മൊത്തത്തിൽ 7 ഐലൻഡ് കോണ്ടിനെൻറ്റ്. ഐലൻഡ് കോണ്ടിനെൻ്റ് എന്ന് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കുന്ന ഓസ്ട്രേലിയ, അമേരിക്ക അങ്ങനെയല്ല. എന്ന് പറഞ്ഞാൽ ഈ കോണ്ടിനെൻറ്റിനെ ഹിന്ദു മിത്തോളജിയിൽ എക്സാക്ട്ലി പറഞ്ഞാൽ വിഷ്ണു പുരാണയിലെ ബുക്ക് 2 ചാപ്റ്റർ 2 ഭൂമിയുടെ അല്ലെങ്കിൽ ലോകത്തിനെ വിശേഷിപ്പിക്കുന്ന ചാപ്റ്ററാണ് വിഷ്ണു പുരാണ ചാപ്റ്റർ 2 ബുക്ക് 2. അതിനകത്ത് പറഞ്ഞേക്കുന്നത് കോൺസെൻട്രിക് ഐലൻഡ് സർക്കിൾസ് ആയിട്ട് 7 എണ്ണം ഉണ്ടെന്നാണ്. കോൺസെൻട്രിക് ഐലൻഡ് സർക്കിൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഒരു പോയിന്റ് ആണ്. നിങ്ങൾക്ക് കാണുന്ന പറഞ്ഞോടെ ഞാൻ അതിൽ പടം കൊടുക്കാം. ഇതൊരു പോയിന്റ് ആണ്. ഇതിന്റെ പോയിന്റിന് ഇവിടെ ലാൻഡ് സി, ഇത് കഴിഞ്ഞൊരു സിയുടെ അറ്റം മതിലാണ്. അത് കഴിഞ്ഞ് കുറച്ച് കോണ്ടിനെന്റ്സും എല്ലാം കൂടി ഇരിക്കും. അത് സീലാണ്. അത് കഴിഞ്ഞ് മതില്, അത് കഴിഞ്ഞ് സീ. എല്ലാ കോണ്ടിനെന്റ്സും അൾട്ടിമേറ്റ്ലി റൗണ്ട് ഷേപ്ഡ് ആണ്. യെസ്, എവറി കോണ്ടിനെന്റ് ഈസ് അൾട്ടിമേറ്റ്ലി റൗണ്ട് ഷേപ്ഡ് ആൻഡ് ഇതിങ്ങനെ വലുതായി വലിയ സർക്കിളായി കോണ്ടിനെന്റ് കടലിനകത്ത് വാള്, കോണ്ടിനെന്റ് കടലിനകത്ത് വാള്, ഇങ്ങനെ 7 കോൺസെൻട്രിക് സർക്കിൾ ഉണ്ടെന്നാണ് പറഞ്ഞേക്കുന്നത്. അതാണ് ഭൂലോക എന്ന് പറയുന്നത്. ഭൂലോക അങ്ങനെയാണ് പറയുന്നത്. ഈ 7 കോൺസെൻട്രിക് ലോകങ്ങളിനകത്ത് 7 ലോകത്തിനകത്തും 7 പേരുണ്ട്. അതിനകത്ത് സപ്തദ്വീപ എന്നാണ് പറയുന്നത്, 7 ദ്വീപാസ്. ദ്വീപ് എന്നിപ്പോൾ നമ്മൾ പറയുമ്പോൾ ഐലൻഡ് എന്നാണെങ്കിലും ദ്വീപ് എന്ന് പറയുന്നതിൻ്റെ വാക്ക് സംസ്കൃതത്തിൽ വേറെയാണ്, ലാൻഡ് മാസ് എന്നേ പറയുന്നുള്ളൂ. അപ്പോൾ ഈ സപ്തദ്വീപ ഏതൊക്കെയാണെന്ന് പറയുന്നത് ജംബുദ്വീപ, പിന്നെ പ്രകാശദ്വീപ, സ്ലമാലിദ്വീപ, കുശദ്വീപ, ക്രൗഞ്ചദ്വീപ, ശാഖദ്വീപ, പുഷ്കരദ്വീപ. ഈ 7 ദ്വീപകളാണ് ഉള്ളത്. അതെല്ലാം കടലിനകത്താണ്. മതില് കഴിഞ്ഞ് അടുത്ത വലിയ കടല്, അതിനകത്ത് ലാൻഡ്, അത് കഴിഞ്ഞ് മതില്, അങ്ങനെ പോയേക്കാണ്. അപ്പോൾ ഇതിനകത്ത് മൊത്തം പറഞ്ഞേക്കുന്നത് ഈ മനുഷ്യരെന്ന് പറയുന്നത് ജീവിക്കുന്നതും ലോകത്തിലെ എല്ലാ മനുഷ്യരും, നമ്മൾ ഈ കണ്ടേക്കുന്ന 7 കോണ്ടിനെന്റ് എന്നൊക്കെ നമ്മളിപ്പോൾ പറയത്തില്ലേ, ഓസ്ട്രേലിയ, അമേരിക്ക, ഫുള്ള് ഇത് അന്റാർട്ടിക്ക, ഇതെല്ലാം ആദ്യത്തെയും നടുക്കത്തെയുമായ ജംബുദ്വീപ മാത്രമാണ്. ഈ ജംബുദ്വീപ കഴിഞ്ഞ് കടല് കഴിഞ്ഞ് മതില് കഴിഞ്ഞ് അടുത്ത ദ്വീപമാണ് പ്രകാശദ്വീപ. അവിടെ വേറെ കോണ്ടിനെന്റ്സും വേറെ ഇൻഹാബിറ്റൻസും നമ്മൾ ഇതുവരെ കണ്ടിട്ട് പോലും ഇല്ലാത്ത ആളുകളുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ഐസ് വാൾ തിയറിയും ഞാൻ ഈ പറഞ്ഞതും തമ്മിൽ എങ്ങനെ ബന്ധമുണ്ട് എന്നൊക്കെ പറഞ്ഞു നോക്കാം. അപ്പോൾ ആണ് ഭഗവത്ഗീതയിൽ സ്കന്ധം 5 ചാപ്റ്റർ 16. ഞാൻ വേറെ ഈ കോൺസെൻട്രിക് സർക്കിൾസ് എന്ന് പറഞ്ഞപ്പോൾ എൻ്റെ മനസ്സിലാകുന്ന മിൽക്കി വേ ഗാലക്സിനകത്തെ പ്ലാനറ്റ്സ് ആവുന്നത്. യെസ് അത് തന്നെയാണ്. അതുപോലത്തെ ഒരു സാധനമാണ് ഇവിടെ ഉദ്ദേശിച്ചേക്കുന്നത്. കോൺസെൻട്രിക് സർക്കിൾസ് മനസ്സിലാക്കി. നമ്മുടെ സാറ്റേണിന്റെ റിംഗ് ഒക്കെ പോലെ ചെറിയൊരു റിംഗ്, വേറൊരു റിംഗ്, ഓരോ റിംഗിലും ഓരോ സെറ്റ് ഓഫ് കോണ്ടിനെന്റ്സും ഓരോ സെറ്റ് ഓഫ് ബീയിങ്സും. നമ്മുടെ സോളാർ സിസ്റ്റം ഒരു കോൺസെൻട്രിക് സർക്കിൾ സിസ്റ്റം. അതുപോലെ ഭഗവത്ഗീതയില് സ്കന്ധം 5 ചാപ്റ്റർ 16 പറഞ്ഞേക്കുന്നത് ഈ ജംബുദ്വീപെ പറ്റി വലിയ ഡിസ്ക്രിപ്ഷനാണ് കൊടുത്തേക്കുന്നത്.
ഡിസ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞാൽ ജംബുദ്വീപ് എന്ന് പറഞ്ഞാൽ നമ്മളുടെ എർത്ത് നമ്മളിപ്പോൾ വിശ്വസിക്കുന്നത് ഭൂലോക ഭൂലോക, നമ്മൾ ഈ കാണുന്നത് അറ്റ്ലസിൽ കാണുന്ന ഗ്ലോബിൽ കാണുന്നതല്ല. അതിനകത്ത് 9 വർഷാസ് ഉണ്ടെന്നാണ് പറയുന്നത്. വർഷ എന്ന് പറഞ്ഞാൽ ലാൻഡ് എന്ന് പറഞ്ഞാൽ ഭരതവർഷ എന്ന് പറഞ്ഞാൽ ഭാരതം ഇരിക്കുന്ന സെൻട്രൽ ഏഷ്യ. അതുപോലെ 9 സബ് ഡിവിഷൻസ് ഉണ്ട്. ആ 9 സ്ഥലത്തും ഓരോരുത്തവരാണ് ജീവിക്കുന്നത്. അതിനകത്ത് ഞാനത് പഠിച്ചുകൊണ്ട് വന്നപ്പോൾ ഫാസിനേറ്റിംഗ് ആയിട്ട് ഒരിത് കണ്ട്. ഉത്തരകുരു എന്ന് പറയുന്ന വർഷമുണ്ട്. ഉത്തരകുരു വർഷ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോർത്തിലോട്ടാണ്. ആൻഡ് ദേ വേർ കുറച്ചും കൂടെ ഫിറോഷ്യസ് ആയിട്ട് കുരു വംശക്കാരാണ്. കുരു വംശക്കാർക്ക് നല്ല സിംഹത്തിനെ പോലെയാണ് അവർ ഇരിക്കുന്നതെന്ന് പറഞ്ഞത്. ഹാഫ് ലയൺ ഹാഫ് മെൻ എന്ന് പറഞ്ഞാൽ നരസിംഹ എന്നൊക്കെ പറയുന്ന ആളുകളെ പോലെ. അപ്പം ഞാൻ ചുമ്മാ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കിയപ്പം പോൾസിനടുത്തുള്ള എല്ലാവരും വളരെ ഫറി ആയിട്ടുള്ള ആളുകളാണ്. വൈക്കിങ്സ്. യെസ്, വൈക്കിങ്സ് പോലെ വളരെ ഫറി ആയിട്ട് താടി മീശയും. ഒരു ഇമാജിൻ എ വൈക്കിംഗ് നോട്ട് ട്രിമ്മിങ് ഫോർ 50-40 years. യു ലുക്ക് ലൈക്ക് എ ലയൺ. ചെറിയൊരു ഫിസിക്കും എല്ലാം. യെസ്, ഫിസിക്കും കാര്യങ്ങളും എല്ലാം. അപ്പോൾ ഇതുപോലെ വേറെ ഗാന്ധർവാസ്, ഹരിവർഷ എന്ന് പറയുന്ന വർഷയിൽ ഗാന്ധർവാസ് ഉണ്ടെന്നാണ് പറയുന്നത്. ഗാന്ധർവാസ് എന്ന് പറഞ്ഞാൽ നമ്മൾ നോക്കുമ്പോൾ ഭയങ്കര ദൈവത്തിൻ്റെ അടുത്തുനിന്ന് വേറെ വരുന്നത്. നോ, ഗാന്ധർവ എന്ന് പറയുമ്പോൾ സത്യം പറഞ്ഞാൽ ഒന്നുമില്ല. അവർക്ക് അഡ്വാൻസ് ട്രാവൽ ടെക്നോളജി ഉണ്ടായിരുന്നു, നല്ല മ്യൂസീഷ്യൻസ് ആയിരുന്നു, അവർക്ക് ആർക്കിടെക്ചർ അറിയായിരുന്നു, ഇതൊക്കെ ഉള്ളൂ. അപ്പോൾ ഈ ഗാന്ധർവാസ്, പിന്നെ കിന്നരാസ്, അതുപോലെ തന്നെ ഈ കുരൂസ്, ഇതൊക്കെ പറയുമ്പോൾ നമ്മളിപ്പോൾ പറയുന്നത് ഇതൊക്കെ വേറെ ഏലിയൻസ് ആണ്, ഇതൊക്കെ വേറെ റെലത്തിൽ നിന്ന് വരുവാണ്. പക്ഷെ ഇതൊന്നും ബുക്ക് വായിക്കാത്തവരാണ്. ബുക്ക് വായിക്കുന്നതിനകത്ത് കറക്റ്റ് പറഞ്ഞിട്ടുണ്ട് ജംബുദ്വീപിലെ ഓരോരോ വർഷാസിലാണ് ഇവരെല്ലാം ഉണ്ടെന്ന്. എന്ന് പറഞ്ഞാൽ 100% ഇവർ ഭൂമിയിലുള്ളവരാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഗാന്ധർവാസ് ഇതെന്നൊക്കെ പറയുന്നതെന്ന് വെച്ചാൽ എനിക്ക് ക്ലിയർ ആയിട്ട് എവിഡൻസ് തരാൻ ഇത്രയൊക്കെ തന്നു. എനിക്ക് മനസ്സിലായത് നമ്മളിപ്പോൾ അമേരിക്കൻസ്, ഓസ്ട്രേലിയൻസ്, ആഫ്രിക്കൻസ്, ചൈനീസ് എന്നൊക്കെ പറയുന്നത് പോലെ മാത്രം അന്ന് എക്സിസ്റ്റ് ചെയ്ത ഹ്യൂമനോയിഡ്സുകൾ മാത്രമായിരുന്നു. ഇപ്പോൾ ഒരു 5000 വർഷം കഴിഞ്ഞിട്ട് നമ്മളുടെ ആളുകളുടെ രൂപങ്ങൾ എഴുതി വെച്ചതിനകത്ത് അമേരിക്കൻസ് വെളുത്തിരിക്കും, പൊക്കം കൂടുതലായിരിക്കും, മസിൽ ബോഡി സ്ട്രക്ചർ കൂടിയിരിക്കും. അതേസമയം അപ്പുറത്ത് ആഫ്രിക്കൻസ് കറുത്തിരിക്കും, ഭയങ്കര ഏപ്പ് പോലിരിക്കും. അത് കഴിഞ്ഞ് ചൈനീസ് ചെറിയ ആളുകളാണ്, മഞ്ഞ കളറാണ്. 5000 വർഷം കഴിഞ്ഞ് വായിക്കുന്നവൻ വളരെ വ്യത്യാസമായ പടം വരയ്ക്കും. മനസ്സിലായോ? ചൈനീസിനെ പറ്റി നമ്മൾ എന്തായിരിക്കും, ഭയങ്കര ബുദ്ധിമാന്മാരാണ്, അവർക്ക് വലിയ ടെക്നോളജി ഉണ്ട്. ഈ ഒരു സംഭവമാണ് അന്ന് നടന്നത്. അത് മിസ്ഇന്റർപ്രറ്റ് ചെയ്തതാണ് നമ്മളെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ ഈ ജംബുദ്വീപ എന്ന് പറയുന്ന സ്ഥലത്ത് സെൻട്രൽ ആയിട്ടൊരു മൗണ്ടൻ ഉണ്ടെന്നാണ് പറയുന്നത്. ആ മൗണ്ടൻ നമ്മൾ എങ്ങനെ നോക്കിയാലും ആ സെൻട്രൽ മൗണ്ടൻ വരുന്നത് അന്ന് മൗണ്ട് മെറു എന്നാണ് പറയുന്നത്. മൗണ്ട് മെറു എന്ന് പറയുന്നത് ഇപ്പോഴത്തെ നമ്മുടെ മൗണ്ട് കൈലാഷ് ആണെന്നാണ് നമ്മളുടെ പൂർവികരും ഇപ്പോൾ ഉള്ള ജ്ഞാനികളും വിശ്വസിക്കുന്നത്. മൗണ്ട് കൈലാഷിന്റെ അവിടുന്ന് ആണ് ഇതിരിക്കുന്നത്. ഈ ഒരു ഫാസിനേറ്റിംഗ് സാധനമുണ്ട്, സെന്റർ ഓഫ് ദി എർത്ത് എന്ന് പറയുന്നു. എന്നിട്ട് ഇതിനകത്തൊരു ഫാസിനേറ്റിംഗ് കാര്യമുണ്ട്. എന്നിട്ട് ഇതെല്ലാം പറഞ്ഞിട്ട് ഭൂമിയുടെ ഷേപ്പിനെ പറ്റി പറയുന്നുണ്ട്. ഭൂമിയുടെ ഷേപ്പിനെ പറ്റി അവർ പറഞ്ഞേക്കുന്നത് പറഞ്ഞാൽ ഒരു റാബിറ്റ് ഒരു നമ്മളുടെ ബാനിയൻ ട്രീ ഇല്ല, അതിന്റെ മലയാളം എന്തുവാണ്, നമ്മുടെ ആൽമരത്തിന്റെ ഇല അങ്ങോട്ട് പോകുന്നത് പോലെ ഒരു പടം പോലെയാണ് ജംബുദ്വീപ ഇരിക്കുന്നതെന്ന് ഒന്ന് പറഞ്ഞിട്ടുണ്ട്. അത് ഒരു റാബിറ്റ്, ഒരു അണ്ണാനോ റാബിറ്റോ എന്തോ ഒരാൽമരത്തിന്റെ ഇലയുടെ അടുത്തോട്ട് പോകുന്നതോ കഴിക്കുന്നതോ പിടിക്കുന്നതോ ആയിട്ടാണ് വിഷ്ണു പുരാണയിൽ പറഞ്ഞേക്കുന്നത്. എന്നിട്ട് വിഷ്ണു പുരാണയിലെ ആ പടം ഞാൻ ഇവിടെ കൊടുക്കും. എന്നിട്ട് ആ പടം നമ്മൾ തിരിച്ചു വെക്കുക. എന്നിട്ട് ഭൂമിയുടെ മാപ്പ് ഇങ്ങനെ ഞാൻ ഇവിടെയും കൊടുക്കും. ഗൈസ് ഫ്ലിപ്പ് ആവും. കറക്റ്റ് ആണോ? വരലാണോ? ടു ദി ഡോട്ട്. അത് ഞാൻ നിങ്ങളെ കാണിക്കാം, അത് നിങ്ങൾ കാണണം. ഇവൻ കണ്ടിട്ടില്ല, ലെറ്റ് ഹിം വാച്ച് ഇൻ ദ പോഡ്കാസ്റ്റ്. ഞാനും ഈ അടുത്താണ് അത് കണ്ടത്. അത് ഞാൻ ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്, ഡെഫിനറ്റ്ലി അത് കൊടുക്കും. അപ്പോൾ അങ്ങനെ കൊടുത്തേക്കണം. അത് അത്ര ആക്യുറേറ്റ് ആയിട്ടാണ് വരുന്നത്. എന്നിട്ട് ഈ ഇത്ര ആക്യുറസിയും യോജനാസ്, അവിടുന്ന് ഇങ്ങോട്ട് 12,000 യോജന, ഇവിടുന്ന് മൗണ്ട് എവറൂന്ന് കുരുവിലോട്ട് 30,000 യോജന,
എന്നെല്ലാം കൊടുക്കുന്നത് വെറും ഒരു ഫിക്ഷൻ ആവില്ല. ഫിക്ഷൻ ആണെങ്കിൽ അങ്ങനെ ചെയ്യേണ്ട കാര്യമില്ല. അല്ലെങ്കിൽ പിന്നെ അതങ്ങനെയാണ്. അപ്പൊ അങ്ങനെ എഴുതി വെച്ചേക്കുന്നതാണിത്. എന്നിട്ട് അതേ തന്നെ ശ്രീമദ് ഭഗവതം, ഞാനിപ്പോൾ എല്ലാത്തിൻ്റെയും ഇത് കൊടുക്കുന്നുണ്ട്, റെഫറൻസ് നിങ്ങൾക്ക് വായിക്കാൻ വേണ്ടിയാണ്. സ്കന്ധം 5 ചാപ്റ്റർ 20 ലൈൻ 30 to 33 പറഞ്ഞേക്കുന്നത് ലോക എന്ന് പറയുന്ന ഒരു സാധനത്തെ പറ്റിയാണ്. ലോക എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ മൗണ്ടൻ റിംഗ്, എ റിംഗ് ഓഫ് മൗണ്ടൻസ് സെപ്പറേറ്റിംഗ് ലോക ഫ്രം അലോക. അങ്ങനെയാണ് അതിൽ എഴുതിയേക്കുന്നത്. എന്ന് പറഞ്ഞാൽ ലോക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജീവനുള്ളതും സൂര്യവെളിച്ചമുള്ളതും, അലോക എന്ന് പറയുന്നത് സൂര്യവെളിച്ചം ഇല്ലാത്തത്. എന്ന് പറഞ്ഞാൽ ജീവനുള്ളതെല്ലാം ജീവിക്കുന്ന, അല്ലെങ്കിൽ ഭൂമിയുടെ വെളിച്ചമുള്ളത് എല്ലാം ഉള്ള സ്ഥലത്തെയും വെളിച്ചമില്ലാത്ത സ്ഥലത്തെയും തമ്മിൽ സെപ്പറേറ്റ് ചെയ്യുന്ന ഒരു മൗണ്ടൻ റേഞ്ച്, കടലിനപ്പുറം ഒരു മൗണ്ടൻ റേഞ്ച് ഉണ്ടെന്നും ആ മൗണ്ടൻ ഐസ് ആണെന്നും, ആ മൗണ്ടൻ നമുക്ക് മനുഷ്യർക്ക് പോവാനും വരാനും പറ്റില്ലാതെ വെളിയിലോട്ട് പോകാൻ പറ്റാതിരിക്കാൻ വേണ്ടി ഒരു മൗണ്ടൻ റേഞ്ച് ഉണ്ടെന്നും ആ മൗണ്ടൻ റേഞ്ചിന്റെ പേരാണ് ലോക എന്ന് പറഞ്ഞാൽ അലോക എന്ന് പറഞ്ഞാൽ ജീവനുള്ളതും ജീവനില്ലാത്തതും, അല്ലെങ്കിൽ ലൈറ്റ് ഉള്ളതും ലൈറ്റ് ഇല്ലാത്തതും തമ്മിൽ സെപ്പറേറ്റ് ചെയ്യുന്ന റിംഗ് മൗണ്ടൻ. അതെവിടെയാ? നമ്മുടെ കടൽ തീരുന്ന അവിടെ. അങ്ങനെയാണ് ശ്രീമദ് ഭഗവതം സ്കന്ധം 5 ചാപ്റ്റർ 20 ലൈൻ 30 to 33. അതൊരു ഔട്ടർ റിം ഓഫ് ദ വേൾഡ് ആയിട്ടാണ് അവർ പറഞ്ഞേക്കുന്നത്. അപ്പോൾ എനിക്ക് എന്തൊക്കെയോ തോന്നി തുടങ്ങി. കാരണം ഇത് പോകുന്നത് അത്ര കോൺസ്പിറസി ആയിട്ടല്ല, കാരണം ഇത്ര പ്രിസൈസ് ആയിട്ട് എഴുതും. അപ്പം ഞാൻ ഈ ഐസ്വാൾ തിയറിയെ പറ്റി നോക്കിയപ്പോൾ ഐസ്വാൾ തിയറി എല്ലാ രാജ്യത്തും ഉണ്ട്. അതിനൊരു കോമൺ ഒറിജിൻ ഇല്ല. ശരിയാ, മനസ്സിലായോ? കോമൺ ഒറിജിൻ പണ്ട് എന്ന് വെച്ചാൽ കോമൺ ഒറിജിൻ അല്ല. ഇന്ത്യയിലെ ഐസ്വാൾ തിയറിയും ചൈനയിലെ ഐസ്വാൾ തിയറിയും സൗത്ത് അമേരിക്കയിലെ ഐസ്വാൾ തിയറിയും എല്ലാം കുറച്ച് വ്യത്യാസമുണ്ട്. പക്ഷെ അവിടെ എല്ലാവർക്കും ഒരു ഐസ്വാൾ തിയറി ഉണ്ട്. മനസ്സിലായോ? അതെല്ലാം നമ്മൾ ഇവിടെ പറയും. ഇനിയും വിഷ്ണു പുരാണയില് ലോകയെ പറ്റി പറഞ്ഞിട്ടുണ്ട്. ഈ ലോക കഴിഞ്ഞിട്ട് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിഷ്ണു പുരാണയിൽ പറഞ്ഞേക്കുന്നത് ലാൻഡ് ഓഫ് ഡാർക്ക്നെസ്, ദ ലാൻഡ് ഓഫ് ഗോൾഡ് ആൻഡ് അയൺ. ഹ്യൂമൻ അവിടെ ഇല്ല എന്ന് പറഞ്ഞിട്ടുമുണ്ട്. ഡയറക്റ്റ് മനുഷ്യര് അവിടെ ഇല്ല, പക്ഷെ വേറെ എന്തൊക്കെയോ ഉണ്ടെന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പം അതെന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഇനിയും ദേവി ഭഗവത അല്ലെങ്കിൽ മാർക്കണ്ഡേയ പുരാണം എന്ന് പറയുന്ന ബുക്കിൽ അതിനകത്ത് ലോകയെ പറ്റി പറയുന്നുണ്ട്. ലോകയും അലോക വർഷയും. ലോക എന്ന് പറഞ്ഞാൽ നമ്മളുടെ സ്ഥലം, മനസ്സിലായി. അത് കഴിഞ്ഞ് അലോക വർഷ, ലാൻഡ് ബിയോണ്ട് ദ ബൗണ്ടറി, അലോക വർഷ. അപ്പം അലോക വർഷ എന്ന് പറയുന്ന അൺലിറ്റാണ്, സൂര്യൻ അങ്ങോട്ട് പോകത്തില്ല എന്ന് പറയുന്ന തിയറി എടുത്തു കഴിഞ്ഞാൽ ഭൂമി ഇങ്ങനെ ഇരിക്കുകയും ഭൂമിയുടെ ജംബുദ്വീപ് ഇവിടെയാണെങ്കിൽ സൂര്യൻ ഇങ്ങനെ കറങ്ങുന്നു എന്നാണ് പറയുന്നത്. സൂര്യൻ്റെ ലൈറ്റ് ഇത്രയും ഭാഗത്ത് കിട്ടും. ഈ കിട്ടാത്ത സ്ഥലം ഇവിടെ ഇങ്ങനെ ഒരു ഐസ്വാളാണെന്നും അതിനപ്പുറത്തോട്ട് സൂര്യൻ ഇല്ലെന്നുമാണ് തിയറി. ഇത് ഇച്ചിരി വലിയ ബാഡ് തിയറിയാണ്. പക്ഷേ ഇത് എവിടുന്നാണ് വന്നതെന്ന് ചോദിച്ചാൽ നമ്മുടെ പുരാണങ്ങളിൽ നിന്നാണ് ഈ തിയറി വന്നത്. ബൈബിളിൽ നിന്നും ഖുറാനിൽ നിന്നും ഗീതയിൽ നിന്നും അതുപോലെ തന്നെ ജൂയിഷ് ഇതിൽ നിന്നും സൊറാസ്ട്രിയനിസത്തിൽ നിന്നും ചൈനീസ് ഇതിൽ നിന്നും എല്ലാ ഹിസ്റ്ററിയിലും ഇതുണ്ട്. അതെല്ലാം ഞാൻ ഇവിടെ സൂചിപ്പിക്കും. അങ്ങനെ ഈ തിയറി ആണ് ഐസ്വാളിൻ്റെ ബേസ് ഫൗണ്ടേഷൻ. കാരണം ദൈവത്തിനെ വിശ്വസിക്കുമോ? നിങ്ങൾ കൃഷ്ണനെ വിശ്വസിക്കുന്നുണ്ടോ? വിഷ്ണു പുരാണം ആണ് ഇത് എഴുതുന്നത്. നിങ്ങൾ ഖുറാനിൽ വിശ്വസിക്കുന്നുണ്ടോ? ഖുറാനിൽ ഇതിനെപ്പറ്റി എഴുതിയിട്ടുണ്ട്. ഇപ്പൊ വരും, എഴുതി വെച്ചിട്ടുണ്ട് ഞാൻ. ബൈബിളിൽ വിശ്വസിക്കുന്നുണ്ടോ? ബൈബിളിൽ ആണ് ഏറ്റവും ഫ്ലിപ്പായിട്ട് ഇതിനെപ്പറ്റി എഴുതിയിട്ടുള്ളത്. ഈ എൻ്റെ ഒരു ദുഃഖം എന്ന് പറഞ്ഞാൽ നമ്മൾ ഏറ്റവും വലിയ ദൈവവിശ്വാസികളാണ് ഒരു പുസ്തകവും വായിച്ചിട്ടില്ലാത്തത്. അവർ അമ്പല അഡിക്റ്റും പള്ളി അഡിക്റ്റും മോസ്ക് അഡിക്റ്റുകളുമാണ്. എന്ന് പറഞ്ഞാൽ നമ്മളുടെ ദൈവങ്ങൾ, ഒരു മിനിറ്റ് നിങ്ങൾ എനിക്ക് പറഞ്ഞു, നമ്മളുടെ ദൈവങ്ങൾ കൃഷ്ണനായാലും ക്രിസ്തു ആണേലും നമ്മളുടെ എയിം, അവരുടെ യഥാർത്ഥ എയിം എന്ന് പറഞ്ഞാൽ ദ എയിം ഓഫ്
ക്രിസ്തു വാസ് ടു ക്രിയേറ്റ് മോർ ക്രിസ്തുസ്. കൂടുതൽ ക്രൈസ്റ്റുകളെ ഉണ്ടാക്കാനായിരുന്നു, ക്രിസ്ത്യൻസിനെ ഉണ്ടാക്കുന്നതല്ലായിരുന്നു അയാളുടെ മിഷൻ. അതുപോലെ തന്നെ വിഷ്ണു അല്ലെങ്കിൽ കൃഷ്ണന്റെ എയിം എന്ന് പറഞ്ഞാൽ എല്ലാരെയും പുള്ളിയെ പോലെ ആക്കാനായിരുന്നു. ഡിവോട്ടീസ് അല്ല, ഡിവോട്ടീസ് ചർച്ചും ടെമ്പിളുമാണ് കൊണ്ടുവന്നത്. പക്ഷെ ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ, ആലോചിച്ചാണ് ഇപ്പൊ ഈ ഒപ്പം പറഞ്ഞ ഈ ഭൂലോക അതുപോലത്തെ സാധനം ഞാൻ പഠിച്ചൊരു കോൺസെപ്റ്റ് പറയാം. ഞാനിതൊരു പഠിച്ചതാണ്. ഇതെല്ലാം നമ്മളൊരു സ്കെയിൽ ഓഫ് കോൺഷ്യസ്നെസ് എവല്യൂഷനിൽ നിന്ന് ചിന്തിച്ചു നോക്ക്. ഡെഫിനറ്റ്ലി വിൽ ഗെറ്റ് അനദർ ആൻസർ, ബട്ട് ദാറ്റ് വുഡ് ബി എ ടോപ്പിക് ഫോർ അനദർ പോഡ്കാസ്റ്റ്. അതെ, ഞാൻ അങ്ങനെ ചിന്തിച്ചു നോക്കിയപ്പം ഒരു ഫസ്റ്റ് ഓഫ് ഓൾ എൻ്റെ മൈ ഐഡിയ ഓഫ് വാട്ട് കർമ്മ എന്ന് പറഞ്ഞ സാധനം ഭയങ്കര റോങ് ആയിരുന്നു. അത് ഞാൻ ഭയങ്കര ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചപ്പോൾ എനിക്ക് ഭയങ്കര കൺഫ്യൂസിങ് ആയി. ഇപ്പോഴും എനിക്ക് കംപ്ലീറ്റ് അറിയത്തില്ല വാട്ട് കർമ്മ എന്ന് പറഞ്ഞൊരു സാധനം എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യണമെന്ന് പറഞ്ഞുകൂടാ. പക്ഷേ എനിക്കൊരു റഫ് ഐഡിയ കിട്ടുവാണെങ്കിൽ എവറി ആക്ഷൻ ഇൻ ദിസ് യൂണിവേഴ്സ് നമ്മളൊരു എനർജി ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ആ എനർജിയെ കൗണ്ടർ ചെയ്യാൻ യൂണിവേഴ്സ് വേറൊരു എനർജി ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ആൻഡ് പെർഫെക്റ്റ് കർമ്മ എന്ന് പറയുന്നൊരു സാധനം എന്ന് പറഞ്ഞാൽ സ്റ്റോപ്പ് പ്രൊഡ്യൂസിങ് എനർജി, സോ യു ക്യാൻ സ്കിപ്പ് ഔട്ട് ദ സൈക്കിൾ ഓഫ് റീബർത്ത്. അതാണ് പറയുന്നത്. എന്ന് വെച്ചാൽ കർമ്മ എന്ന് പറയുന്നത് നീ പറഞ്ഞ തന്നെയാണ്, നമ്മൾ സൈക്കിളിൽ നിന്ന് വെളിയിലാവണമെന്ന് വെച്ചാൽ, എന്ന് വെച്ചാൽ റീബർത്തിൻ്റെ ഒരു ഇതെന്ന് വെച്ചാൽ എൻ്റെ അടുത്ത ജന്മം ഈ ജന്മം അനുസരിച്ചിരിക്കും. എന്ന് വെച്ചാൽ ഞാൻ ഈ ജന്മം ഒരാളുടെ ചെവിക്കുറ്റിക്ക് അടിച്ചാൽ അവിടെ ഉണ്ടാകുന്ന എനർജി +3.5 ആണെന്ന് വെക്കുക. ഞാൻ വേറൊരു ജന്മം എടുത്ത ആ അടി അതേ ശക്തിയിൽ കിട്ടണം എൻ്റെ കയ്യിൽ നിന്ന്, എങ്കിലേ അവിടെ -3.5 വന്ന് 0 ആകും. അതുപോലെ ഞാൻ ഈ ജന്മത്തിൽ ചെയ്യുന്ന എല്ലാ എനർജീസിൻ്റെയും ടോട്ടൽ സം ഓഫ് കർമാസ് എത്ര ജന്മം എടുത്ത് ഞാൻ 0 ആക്കുന്നു, അപ്പോൾ എനിക്ക് ഈ ഭൂമി വിടാം. അതെ, അത് തന്നെയാണ് ഞാൻ ആ കോൺഷ്യസ്നെസ് സ്കെയിലിൽ ആലോചിച്ചപ്പോൾ അതാ ദ അൾട്ടിമേറ്റ് ഗോൾ ഇസ് ടു ഹാവ് 0 കർമ്മ. 0 കർമ്മയ്ക്ക് ഭയങ്കര നെഗറ്റീവ് കർമ്മയുള്ളവരാണെങ്കിൽ ഈ പാതാളം, ഈ ബിനീത്ത് എ പ്ലേസ് വെയർ നോ സൺ റീച്ചസ്, അത് പാതാളം. മേളിലാണെങ്കിൽ ഇച്ചിരി കൂടെ മെനയുള്ളത്, അതിന് മേലുള്ള സ്വർഗം, മറ്റേ അതിന് മേലുള്ള ഒരുപാട് എന്ന് വെച്ചാൽ വേറൊന്നും, നീ പാപം ചെയ്താൽ പാതാളത്തിൽ പോകുമെന്ന് പറയുന്നതിന്റെ കാർമിക് എക്സ്പ്ലനേഷൻ എന്താന്ന് വെച്ചാൽ, ഞാൻ ഈ ജന്മത്ത് 100 പേരെ കൊല്ലുകയും 150 അടി അടിക്കുകയും 10 പേരെ കുത്തുകയും ചെയ്താൽ ദൈവം നമ്മളെ പാതാളത്തിൽ വിടുന്നത് യഥാർത്ഥത്തിൽ നമ്മൾ പെട്ടെന്ന് കർമ്മ കിട്ടാൻ വേണ്ടി, കർമ്മ സൈക്കിള് കിട്ടാൻ വേണ്ടിയാ. പക്ഷെ ഞാൻ വേറൊരു കാര്യം പറഞ്ഞോട്ടെ, ഭൂമി തന്നെ ജനിച്ചാല് ഞാൻ ഈ വട്ടം കൊന്ന അത്രയും വട്ടം എനിക്ക് ചാവാൻ പറ്റത്തില്ല. പക്ഷെ 100 വട്ടം ചാവണമെങ്കിൽ എനിക്ക് നരകത്തിൽ ചെന്ന 100 കുത്തും ഒക്കെ പെട്ടെന്ന് കിട്ടുമെന്നാണ് കൺസെപ്റ്റ്. സോ ദാറ്റ് യു ഇവോൾവ് ഫാസ്റ്റർ. പക്ഷേ ഞാൻ മനസ്സിലാക്കിയ കർമ്മ അതാ, കർമ്മ ഈസ് വെരി കോംപ്ലിക്കേറ്റഡ്. കർമ്മ ഇപ്പം ഫോർ എക്സാമ്പിൾ 100 പേരെ കൊന്നിട്ടും ഇഫ് യു സ്റ്റിൽ ബിലീവ് നിങ്ങളുടെ കർമ്മ റൈറ്റ് ആണെങ്കിൽ അത് റൈറ്റ് കർമ്മയാണ്. അതല്ലേ കർമ്മധർമ്മയാവും. അതെ, എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എന്റെ ഫാമിലിക്ക് വേണ്ടി ഞാൻ വെപ്പൺ എടുത്ത് ഒരാളെ അജീവനാക്കി കഴിഞ്ഞാൽ, ഇഫ് യു ബിലീവ് ഇറ്റ് ഈസ് ഫോർ ദ റൈറ്റ് കോസ്, നിനക്ക് അവിടെ കർമ്മം ഉണ്ടാവുന്നില്ല. കാരണം ധർമ്മം, ഇപ്പൊ അർജുനനോട് യുദ്ധത്തിന് പോകുന്ന നേരത്ത് കൃഷ്ണൻ പറയും, നിന്റെ ഇന്നത്തെ ധർമ്മം നിന്റെ മാമന്മാരെയും കൊച്ചച്ചന്മാരെയും കൊല്ലുന്നതാ, അത് നിന്റെ ഇന്നത്തെ ഡ്യൂട്ടിയാ എന്ന് പറഞ്ഞാല് അത് നീ ചെയ്യണം. അന്നത്തെ ആ ഡ്യൂട്ടി, ധർമ്മത്തിനെതിരെ ഉള്ള ഡ്യൂട്ടി, അതിപ്പോ ആരായാലും അത് ചെയ്തില്ലെങ്കിലും നമുക്ക് കർമ്മം ഉണ്ടാവും. കർമ്മ ഭയങ്കര വിക്കറ്റ് ടോപ്പിക്കാണ്, അതൊന്നും നമുക്ക് പറയാൻ നമ്മൾ ആരും അല്ല. സത്യം. അതെ, നമ്മൾ ഇവിടെ ഇരുന്ന് ഇതെല്ലാം അറിയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആളുകൾ തെറ്റിദ്ധരിക്കും. ഗൈസ്, നമ്മൾ പറയുന്നത് നമുക്കറിയാവുന്ന കാര്യങ്ങൾ മാത്രമാണ്. ഞങ്ങൾ ഈ പറയുന്ന കേട്ടിട്ട് ഓക്കെ അവൻ പറഞ്ഞാൽ ആദ്യത്തെ ശരിയുണ്ട്, അവൻ അത് കഴിഞ്ഞ് പറഞ്ഞത് തെറ്റാണ് എന്ന് നിങ്ങൾ വിചാരിക്കുമ്പോഴാണ് ഞങ്ങൾ ഹാപ്പി ആവുന്നത്. കാരണം ഞങ്ങൾ പറയുന്നതും വിശ്വസിക്കണ്ട, കാരണം നമുക്ക് അറിയാവുന്നതേ നമുക്ക് പറയാൻ പറ്റും. നമുക്ക് ഇത് ഒന്നും വിൽക്കാനില്ല. അതുകൊണ്ട് നമ്മൾ ഇവിടെ എപ്പോഴും പറയും വി ആർ സിറ്റിംഗ് ഹിയർ ഇൻ ഹിസ് റൂം ആൻഡ് ടോക്കിംഗ്. അപ്പം നമ്മൾ ഹിന്ദു മിത്തോളജിയിലെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു. ഇനി ബുദ്ധിസ്റ്റ് കോസ്മോളജിയിലും പറയുന്നുണ്ട്. ബുദ്ധിസ്റ്റ് കോസ്മോളജിയിൽ ഒരു സാധനത്തിനെ പറ്റി പറയുന്നുണ്ട്, ചക്രവാള. ചക്രവാള ലിറ്ററലി മീൻസ് ചക്രത്തിലുള്ളൊരു വാള്, സർക്കിൾ വാൾ എന്ന് പറഞ്ഞാൽ ചക്രവാളെ എങ്ങനെയാണ് ബുദ്ധിസ്റ്റ് കോസ്മോളജി പറഞ്ഞതെന്ന് വെച്ചത്, എൻക്ലോസ്ഡ് റിംഗ് ഓഫ് അയൺ മൗണ്ടൻസ് ബിയോണ്ട് ദ ഓഷൻ.
എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭൂമി കഴിഞ്ഞ് കടല് കഴിഞ്ഞ് ഒരു അയൺ കൊണ്ടുണ്ടാക്കിയ മൗണ്ടൻസ്, വെള്ള അയൺ കൊണ്ടുണ്ടാക്കിയ മൗണ്ടൻസ് ആണ്. ആ മൗണ്ടൻസ് ഇതിനകത്താണ് ഭൂമിയെന്നും ഭൂമി എന്ന് പറയുന്നത് 4 കോണ്ടിനൻസ് ഉള്ളെന്നും ഈ കോണ്ടിനൻസിന്റെ നടുക്കാണ് മൗണ്ട് എമറു എന്ന് പറയുന്ന മൗണ്ടൻ ഉണ്ടെന്നും, അവിടെ മെറു ആണ് ഇവിടെ എമറു ആണ്, എമറു എന്ന് പറയുന്ന മൗണ്ടൻ ഉണ്ടെന്നും ഈ ചക്രവാളയുടെ വെളിയിൽ അൺനോൺ വേൾഡ് ആണെന്നുമാണ് പറയുന്നത്. ഫ്ലൈറ്റ് ഉണ്ടായിരുന്ന നേരെ പറന്നു പോകാൻ പറ്റത്തില്ല. നീ ഇത്ര ലാറ്റിറ്റ്യൂഡും ഇത്ര ലോഞ്ചിറ്റ്യൂഡും കഴിഞ്ഞാൽ ദേ വിൽ ഷൂട്ട് യു ഡൗൺ. ദാറ്റ് ഈസ് അന്റാർട്ടിക് ട്രീറ്റി സൈൻഡ് ഇൻ എവിടെയായിരുന്നു? അതെ, യുനാനിമസ്ലി എല്ലാം 1968 തോന്നുന്നു, 68 or 58 ആണെന്ന് തോന്നുന്നു. ലോകത്തിലെ എല്ലാ UN രാജ്യങ്ങളും ഒരുമിച്ച് അറ്റാക്ക് ചെയ്തു. ഞാനും നീയും തമ്മിൽ ന്യൂക്ലിയർ ബോംബ് ഇട്ടാലും ഒരു സിറ്റിസൺ പോലും ഇന്ന ലാറ്റിറ്റ്യൂഡിന് വെളിയിൽ കടലിന്റെ പുറത്ത് പോകാൻ പറ്റില്ല. ഓക്കെ, ദ ഗ്രേറ്റസ്റ്റ് എനിമീസ് ഷുക്ക് ഹാൻഡ്സ് ദെയർ. അത് വെറുതെ ആയിരിക്കുമോ? അപ്പോൾ എന്നിട്ട് ഈ ബുദ്ധിസ്റ്റ് കോസ്മോളജിയിൽ പറയുന്നത് ഈ 4 കോണ്ടിനൻസിലാണ് മനുഷ്യരുള്ളതെന്ന്. സത്യം പറഞ്ഞാൽ നിങ്ങളുടെ മാപ്പ് എടുത്തു നോക്കുക. യൂറോപ്പ്, മിഡിൽ ഈസ്റ്റ്, ഇന്ത്യ, ഇതെല്ലാം സത്യത്തിൽ ഒരു ഏഷ്യ, ഇതെല്ലാം ഒരു ഒറ്റ കോണ്ടിനെൻ്റ് ആണ്. റേസിസത്തിൻ്റെ അങ്ങേ അറ്റം കൊണ്ടും സുപ്പീരിയോറിറ്റി കോംപ്ലക്സിൻ്റെ അങ്ങേ അറ്റം കൊണ്ടുമാണ്. ഞാൻ ഈയിടെ ഒരാളുടെ ഇത് കണ്ടു, കോമഡി ഷോ. അയാൾ ഇതിനെപ്പറ്റി പറയുന്നുണ്ട്, ഇതെല്ലാം ഒരു കോണ്ടിനെൻ്റ് ആണ്. സത്യമല്ലേ? ഏഷ്യ, മിഡിൽ ഈസ്റ്റ്, ആഫ്രിക്ക, അല്ല യൂറോപ്പ്. യൂറോപ്പ് എന്ന് പറഞ്ഞാൽ ഒരു അറ്റത്ത് കിടക്കുന്ന ഏഷ്യയാണ്. സത്യം, ഞാൻ യൂറോപ്യൻസ് എന്ന് പറഞ്ഞ ഏഷ്യൻസ് ആണ്. അവർക്ക് അത്രയും കഴിയും. നമ്മളുമായിട്ട് നമ്മൾ ഹീനജീവികളാണെന്നും നമുക്ക് വൃത്തിയില്ലെന്നും നമുക്ക് ആരോഗ്യമില്ലെന്നും നമുക്ക് പൈസ ഇല്ലെന്നും പറഞ്ഞുകൊണ്ട് നമ്മളെയും ഇവരെയും ഒരേ ലാൻഡിലാണ് ജീവിക്കുന്നതെന്ന് അവർക്ക് അക്സെപ്റ്റ് ചെയ്യാൻ കഴിയാത്തത് കൊണ്ട് സത്യം 2 രാജ്യമല്ല, ബോർഡർ ക്രോസ് ചെയ്യുന്നത് ഒന്നുമില്ല, ബോർഡർ ഇല്ല, ലാൻഡ് ബോർഡർ ഇല്ല, 2 കോണ്ടിനെന്റ് ആക്കി. എന്നിട്ട് അത് നമ്മളെ സ്കൂളിൽ പഠിപ്പിച്ചു. പണ്ട് നമ്മൾ കോമൺലി കേൾക്കുന്ന ഒരു വാക്കായിരുന്നു യുറേഷ്യൻ രാജ്യം, യുറേഷ്യൻ രാജ്യം. ഇപ്പം കേൾക്കത്തില്ല. ഫുട്ബോളിലൊക്കെ പണ്ട് കേൾക്കുമായിരുന്നു. അതെ അതെ, അത് റേസിസത്തിന്റെ അങ്ങേ അറ്റം കൊണ്ടാണ് ഒരേ ലാൻഡ് എന്ന് പറഞ്ഞാൽ ലാൻഡ് ബോർഡർ ഇല്ല. നിങ്ങൾ മാപ്പിൽ നോക്ക്. ഇതൊക്കെ നമ്മൾ ചിന്തിക്കത്തില്ല, കാരണം നമ്മളെ അങ്ങനെ പ്രോഗ്രാം ചെയ്ത് വെച്ചേക്കുക. നമ്മളിവിടെ പറയുന്ന കുറച്ച് അബ്സേർഡ് ഐഡിയാസ്, റിയൽ അൺഫിൽറ്റർഡ് ഐഡിയാസ്. അതെ, ചിലവർക്ക് അബ്സേർഡ് ആയിട്ട് തോന്നും. നിങ്ങൾ ഇതുവരെ പഠിച്ചിരിക്കുന്നതിനകത്ത് കുറെ എന്താ പറയണോ, കുറെ മിസ്കൺസെപ്ഷനാ. ഇപ്പം നമ്മുടെ കോളേജിൽ PhD ഫിസിക്സിനകത്ത് പഠിപ്പിക്കുന്നതായിരിക്കത്തില്ല കഴിഞ്ഞ 10 കൊല്ലം. ഞാൻ 8ാം ക്ലാസ്സിൽ പഠിച്ച ഫിസിക്സും കെമിസ്ട്രിയും തെറ്റാണെന്ന് 10ാം ക്ലാസ് ആയപ്പോൾ ഞാൻ പഠിച്ചിരുന്നു. അതേപോലെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അതെ അതെ. സോ ജസ്റ്റ് തിങ്ക് എവറിത്തിങ് ഫ്രം ആൻ ഒറിജിനൽ പെർസ്പെക്റ്റീവ്. നിനക്ക് എന്ത് മനസ്സിലാവുന്നു നീ ആലോചിക്കുക. ബാക്കി എവിടുന്ന് ഇൻഫ്ലുവൻസ് വരാതെ. അതെ അതെ അതെ, നമ്മളെ ഇൻഫ്ലുവൻസിലാവാതെ റിയൽ ഒറിജിനൽ തോട്ട്സ് കൊണ്ടുവരാം. അപ്പൊ നിങ്ങൾക്ക് കുറെ കാര്യങ്ങൾ. ട്രസ്റ്റ് യുവർ സെൽഫ് ഗൈസ്. നിനക്കൊരു ഇൻറ്റ്യൂഷൻ വന്നു, നിനക്കൊരു തോന്നൽ വന്നെങ്കിൽ അത് നീ ട്രസ്റ്റ് ചെയ്യുക. സോ ബാക്ക് ടു ബുദ്ധിസ്റ്റിലെ ചക്രവാള. ചക്രവാള കഴിഞ്ഞിട്ട് വേറൊരു കാര്യവും പറയുന്നുണ്ട്, ഇൻട്രസ്റ്റിംഗ് ആയിട്ട് എനിക്ക് തോന്നി. ബുദ്ധിസ്റ്റ് കോസ്മോളജിയിൽ ബീയിങ്സ് ഉണ്ട്. അതിനെ എങ്ങനെ ഡിഫൈൻ ചെയ്തേക്കുന്നത് വെച്ചാൽ, ദ്വീപാസിൽ ജീവിക്കുന്നത് മനുഷ്യർ, സ്വർഗയിൽ ജീവിക്കുന്നത് ദൈവങ്ങൾ, ഓഷൻസിൽ ജീവിക്കുന്നത്, ഓഷന്റെ അടിയിൽ ജീവിക്കുന്നത് നാഗാസ്, മണ്ണിനടിയിൽ ജീവിക്കുന്നത് അസുരാസ്. 4 ഭൂപ്രകൃതത്തിൽ 4 കൈൻഡ്സ് ഓഫ് ബീയിങ് ഇപ്പോഴും ഉണ്ട്. അവരങ്ങോട്ടും ഇങ്ങോട്ടും എക്സിസ്റ്റ് ചെയ്യുന്നെന്ന് അവരുടെ രാജാക്കന്മാർക്ക് മാത്രമേ പണ്ടും അറിയത്തുള്ളൂ. അത് രാജ്യത്തിലുള്ള പ്രജകളെ അറിയിക്കാൻ പാടില്ലാത്ത സത്യമാണ് എന്ന് ബുദ്ധിസ്റ്റ് കോസ്മോളജിയിലുണ്ട്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നാഗാസ് കടലിനടിയിൽ ഉണ്ടെന്ന് വെക്കുക, അല്ലെങ്കിൽ സ്വർഗ എന്ന് പറയുന്ന ഒരു സ്ഥലം ഉണ്ടെങ്കിൽ അവിടെ ജീവിക്കുന്ന നമ്മളെപ്പോലുള്ള ഒരു കോമണറിന് ഭൂമി ഉണ്ടെന്ന് അറിയണമെന്നില്ല. ഞാനിപ്പം ഈയിടെ ജോറോവിൻ്റെ ഒരു പോഡ്കാസ്റ്റിനകത്ത് അലക്സ് ജോൺസ് ആണെന്ന് തോന്നുന്നു, പുള്ളി ഒരു ഗസ്റ്റാ. ഹീസ് വെൽ നോൺ തിയറിസ്റ്റ്. അലക്സ് ജോൺസ് ആണോ? അത് നമ്മളുടെ JFKയുടെ കൊച്ചുമോനാ. പുള്ളിക്കാരന് അറിയാമല്ലോ. അലക്സ് ജോൺസ് ആണെന്ന് എൻ്റെ ഓർമ്മ. തെറ്റാണോ നോക്ക് നിങ്ങള്. JFKയുടെ അല്ല, JFKയുടെ അല്ല, പണ്ടത്തെ ഒരു പ്രസിഡന്റിന്റെ ഗ്രാൻഡ് സൺ. പുള്ളിക്കാരൻ വന്ന് പറഞ്ഞാണ്
ഇസ്രായേലിന് US മാത്രം വേറൊരു നമ്മുടെ ഇത്ര രാജ്യങ്ങളല്ലാതെ വേറൊരു എൻറ്റിറ്റി ആയിട്ട് കോണ്ടാക്ട് ഉണ്ടെന്ന് പറഞ്ഞു. പുള്ളി പബ്ലിക്കലി പറഞ്ഞിട്ടുണ്ട്. കാരണം ഇവര് തമ്മി എന്തൊക്കെ ഒറ്റ ടെക്നോളജി മാത്രമേ US ഇസ്രായേലിനും കൊടുത്തിട്ടുള്ളൂ. അതൊരു കമ്മ്യൂണിക്കേഷൻസ് ആണ്. അത് ഡീകോഡ് ചെയ്ത് മാത്രമാണ് ഇത്രയും ടെക്നോളജിക്കൽ അഡ്വാൻസ്മെന്റ്. അല്ലാതെ വേറെ ഒന്നും കൊടുത്തില്ല. ആ ഒരു സാധനത്തിന് അവർ റിവേഴ്സ് എഞ്ചിനീയർ ചെയ്യാനും പഠിക്കാനും ശ്രമിച്ചു. ഡെഫിനറ്റ്ലി നമ്മൾ വേറെ ജീവികളുമായിട്ട് കോണ്ടാക്ട് ഉണ്ട് എന്ന് പറഞ്ഞാൽ നിങ്ങളിപ്പോൾ അതെങ്ങനെയെന്നൊക്കെ പറയുമ്പോൾ 5000 വർഷങ്ങൾക്ക് അല്ലെങ്കിൽ ജസ്റ്റ് ഒരു 10,000 വർഷം, 10,000 ഒന്നും വേണ്ട, 1000 വർഷം 1000 വർഷം ഉള്ളിടത്ത് നമ്മളിവിടെ ഓരോന്ന് ചെയ്തുകൊണ്ട് കിടന്നു. അല്ലെങ്കിൽ ഫിലിപ്പീൻസിൽ മരത്തിൽ കയറി പഴവും തിന്ന് ചക്കയും പറിച്ചുകൊണ്ട് നടന്നവർ ഇന്ത്യയിൽ ആ സമയത്ത് ഇന്ത്യക്ക് കപ്പലും നേവിയും ലൈബ്രറിയും യൂണിവേഴ്സിറ്റീസും ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റേവർക്ക് അത് യൂണിവേഴ്സിറ്റി എന്ന് വെച്ചാൽ അതാണ് സ്ഥിതി. ആ സമയത്ത് മാത്തമാറ്റിക്സ് എന്ന് പറഞ്ഞ ആ സമയത്ത് റഷ്യയും ഭാരതവും പേർഷ്യയും തമ്മിൽ ട്രേഡ് ചെയ്യുന്നുണ്ടായിരുന്നു, ടെക്നോളജി ആൻഡ് ഇൻഫർമേഷൻ. അത് ഫിലിപ്പീൻസ് ജീവിച്ചുകൊണ്ടിരുന്ന കുരങ്ങന്മാരെ സംബന്ധിച്ച് അവർക്ക് കോംപ്രിഹെൻഡ് ചെയ്യാൻ പറ്റത്തില്ല. അതുപോലെ ഉള്ളൂ നമ്മള് വേറെ ഏതോ ലാൻഡിൽ നിന്ന് വേറെ ഒരു പുതിയ ആളെ കണ്ടുപിടിച്ചു. ഉറപ്പായിട്ടുണ്ട്. അതുപോലെ തന്നെ ഇനി നമുക്ക് ഖുറാനിലേക്ക് പോവാം. ഖുറാനില് ഒരു വേൾഡ് ട്രാവലറിനെ പറ്റി പറയുന്നുണ്ട്. സമയം എന്താ? 20 minutes. ഓക്കെ, ഖുറാനിൽ ഒരു വേൾഡ് ട്രാവലറിനെ പറ്റി പറയുന്നുണ്ട്. ലോകം മുഴുവൻ കണ്ടു നടക്കുന്ന ഒരു ശക്തിമാനായ ട്രാവലർ. ആ ശക്തിമാനായ ട്രാവലിനോട് ലോകത്തിലെ എല്ലാവരും പറഞ്ഞു, നിങ്ങളൊരു കാര്യം ചെയ്യാം, ഞങ്ങളെ ഒന്ന് സഹായിക്കണം, നിങ്ങൾക്ക് ഞങ്ങൾ പൈസ തരാം, നിങ്ങൾ ഞങ്ങൾക്ക് മതിൽ പണിഞ്ഞതാ, അവര് ഞങ്ങളെ ഇല്ലെങ്കിൽ നശിപ്പിച്ച് ഭൂമി കയ്യേറും പറയാം. അങ്ങനെ ആ ട്രാവലേഴ്സ് ലോകത്തിന് ചുറ്റും കടൽ കഴിഞ്ഞിട്ട് ഒരു മതിൽ പണിയുകയാണ്. ഖുറാനിലുള്ളതാണ്, ചെക്ക് യുവർ ഖുറാൻ. മതിൽ പണിയാണ്. കടലിൻ്റെ വെളിയിൽ നിന്ന് ആർക്കും നമ്മളുടെ ലോകത്തോക്ക് വരാൻ പറ്റാത്ത ചുറ്റുമുള്ള ഒരു സർക്കിൾ വാൾ. എത്രയോ ലക്ഷക്കണക്കിന് വർഷം അങ്ങനെ എന്തോ ടൈം പറയുന്നുണ്ട്, അത് ഞാൻ എഴുതിയിട്ടില്ല, എനിക്ക് ഓർമ്മയുണ്ട്, പറയാണ്. എന്നിട്ട് ഈ എന്താ പറയുന്നത്, വാള് പണിയുന്നത് എന്തിനാണെന്നറിയാവോ? ഈ വാള് പണിയുന്നത് ഇവരെ രക്ഷിക്കാനാണ്, മനുഷ്യരെ ഒരു സ്പീഷീസിൽ നിന്ന് രക്ഷിക്കാനാണ്. ആ വാളിൻ്റെ പേരാണ് മൗണ്ട് കാഫ്. കാഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ QAF. ഈ കാഫിൽ നിന്ന് വരുന്നവരാണ് കാഫറുകൾ എന്നൊക്കെ ഉള്ളൊരു രീതിയിൽ നമുക്ക് പറയാം. കാഫറുകളെ ഇല്ലാതാക്കുന്നത് എന്താ പറയുന്നത്, ഇസ്ലാം മതത്തിൽ അവരുടെ പണ്ടത്തെ ഒരു മിഷൻ ആയിരുന്നു. അപ്പോൾ മൗണ്ട് കാഫാണ്. മൗണ്ട് കാഫിൽ അവർ പണിഞ്ഞത് കാഫർ അല്ലെങ്കിൽ ആളുകളെ എന്നിട്ട് ഇതിന് വെളിയിലുള്ളവരെ ഖുറാനിൽ എന്തോ വിളിക്കുന്നത് അറിയാവോ? യജൂജും മജൂജും. യജൂജ് എന്ന് പറയുന്ന ഒരു ഫാക്ഷനും മജൂജ് എന്ന് പറയുന്ന ഒരു ഫാക്ഷനും തമ്മിൽ ഭൂമി വന്ന് അറ്റാക്ക് ചെയ്തുകൊണ്ടിരിക്കും, അല്ലെങ്കിൽ ഇൻഫിൽട്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ഇത് നിർത്താൻ വേണ്ടിയാണ് ഈ വലിയ ഇത് പണിഞ്ഞത്. ഇതിന് വെളിയിൽ ജിന്നും സ്പിരിറ്റും സിമ്രഹ് എന്ന് പറയുന്ന ഒരു ബേർഡും ഒക്കെ ഉണ്ട്. പക്ഷെ യജൂജും മജൂജും അകത്ത് വരാതിരിക്കാനാണ് ഇത് ചെയ്തേക്കുന്നത്. ഇവർ പറഞ്ഞേക്കുന്നത് യജൂജും മജൂജും കാനിബൽസ് ആണെന്നാണ്. മനുഷ്യരെ തിന്നും, ഭയങ്കര വൃത്തികേടാണ്, അതാണ് ഇതാണ് മറ്റേതാണ് മറിച്ചതാണ്. എന്നിട്ട് ഇപ്പോഴും ഖുറാനകത്ത് എഴുതിയിട്ടുണ്ട്, വൺ ഡേ യജൂജ് ആൻഡ് മജൂജ് വിൽ ബ്രേക്ക് ദ വാൾ ആൻഡ് കിൽ ഹ്യൂമാനിറ്റി, ടേക്ക് ബാക്ക് എർത്ത്. ആ ഒരു വാക്കുകളിൽ ചില പ്രശ്നങ്ങളുണ്ട്. എന്ന് പറഞ്ഞാൽ പൊട്ടിക്കുമോ എന്നല്ല, പൊട്ടിച്ചിരിക്കും. ജഡ്ജ്മെന്റ്. യെസ്, ഇനി ഞാൻ അതിനോട് പറയുന്നുണ്ട്, വരട്ടെ. യജൂജ് മജൂജ് പൊട്ടിച്ചിരിക്കും, യജൂജ് വരും. ഈ യജൂജ് എന്നൊക്കെ പറയുന്നത് യഹോവ വരും എന്നൊക്കെ ഉള്ള ഒരു തിയറി ഉണ്ട്, അത് പോട്ടെ. യജൂജ് വരും, മജൂജ് എന്ന് പറയുന്നത് മെസ്സായ വരും എന്നൊക്കെ പറയുന്നുണ്ട്, അത് പോട്ടെ, നമുക്ക് വാക്കിന്റെ സാമ്യം മാത്രം എടുക്കണ്ട. അപ്പൊ യജൂജും മജൂജും വന്നിട്ട് ഈ വാള് കടന്ന് അവര് വരികയും മനുഷ്യരെ കൊല്ലുകയും ടേക്ക് ബാക്ക് എർത്ത് എന്നാണ്. സോ ഇറ്റ് വാസ് ഒറിജിനലി, അതെ, ഒറിജിനലി അവരുടേതാണെന്നുള്ള ക്ലൂ ആണ് അവിടെ തന്നേക്കുന്നത്. അതുകൊണ്ടാണ് അവരുടെ ലാൻഡും നമ്മളുടെ ലാൻഡും മതില് പണിഞ്ഞ് സെപ്പറേറ്റ് ചെയ്ത് വെച്ചേക്കുവാണ്.
ഖുറാനകത്തെ ദൈവം, അല്ലെങ്കിൽ ദൈവത്തിന്റെ രീതിയിൽ വന്ന പ്രോഫറ്റോ ട്രാവലർ. ഇനി അതാണ് ഇതിൽ പറഞ്ഞേക്കുന്നത്. ഇനി ഗ്രീക്ക് മിത്തോളജി ഉണ്ട്. ഗ്രീക്ക് മിത്തോളജിയിൽ പറയുന്നേക്കുന്നത് ഓഷ്യാനോസ് കഴിഞ്ഞു കഴിഞ്ഞാൽ ലാൻഡ് ഉണ്ട്, ലാൻഡ് കഴിഞ്ഞാൽ ഓഷ്യാനോസ് ആണ്. ഓഷ്യാനോസ് കഴിഞ്ഞു കഴിഞ്ഞാൽ അലക്സാണ്ടർ പണ്ടൊരു ഗേറ്റ് പണിഞ്ഞു വെച്ചിട്ടുണ്ട്. ഗേറ്റ് പണിഞ്ഞത് മനുഷ്യരെ രക്ഷിക്കാനാണ്. അലക്സാണ്ടർ എന്ന് പറഞ്ഞാൽ നമ്മുടെ 200 വർഷം മുമ്പുള്ള ആളല്ല. ഇത് അലക്സാണ്ടർ എന്ന് പറഞ്ഞാൽ പണ്ട് ജീവിച്ചിരുന്ന ദൈവം, ഗോഡ് അലക്സാണ്ടർസ് ഗേറ്റ് എന്നാണ് അതിനറിയപ്പെടുന്നത്. സെർച്ച് ചെയ്ത് നോക്കിക്കോ, ഗ്രീക്ക് മിത്തോളജിയാണ്, ലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക് മുന്നേ നടന്നെന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ ഈ ഓഷ്യാനോസ് കഴിഞ്ഞ് അലക്സാണ്ടർ ലോകത്തിന് മുഴുവൻ ചുറ്റും ഒരു ഗേറ്റ് പണിയാണ്. എന്തുകൊണ്ടാണ് പറയുന്നതെന്ന് വെച്ചാൽ കല്ലും മണ്ണും ഐസും കൊണ്ടൊരു ഗേറ്റ് പണിഞ്ഞു വെച്ചേക്കാണ്. എന്നിട്ട് ഗേറ്റ് എന്തിനാ പണിഞ്ഞതെന്ന് ചോദിച്ചപ്പോൾ മിത്തോളജിയിലുള്ളതാണ് ഒരു 2 പേരുകൾ. ഇറ്റ് ഈസ് ടു ഇംപ്രിസൺ ഹ്യൂമൻസ്, ടു കീപ് ഹ്യൂമൻസ് സേഫ് ഫ്രം ഗോഗ് ആൻഡ് മഗോഗ്. ഗോഗും മഗോഗും, അവിടെ മജൂജ്, ഇവിടെ മഗോഗ്. ആൻഡ് ദീസ് ആർ സെപ്പറേറ്റ്, വേറെ സ്ഥലങ്ങളാണ്. ഗ്രീക്കും അറബ്സുമാണ്. യജൂജും മജൂജും, ഇവിടെ ഗോഗും മഗോഗും ഇംപ്രസൻ ചെയ്തേക്കാണ് നമ്മളെ രക്ഷിക്കാൻ വേണ്ടി. ഇനിയും ചെറുതായിട്ട് നോർസ് മിത്തോളജി എന്ന് പറയുന്ന സ്ഥലമുണ്ട്. നോർസ് മിത്തോളജി പറയുന്നത് എന്താണെന്ന് വെച്ചാൽ മിഡ്ഗാർഡ് എന്ന് പറയുന്നതാണ് ഭൂമി. ആസ്ഗാർഡ് എന്ന് പറയുന്നത് ഭൂമിക്ക് വെളിയിൽ നമ്മളുടെ വാളെന്ന് പറഞ്ഞാൽ എന്തു പറയാമോ, മിഡ്ഗാർഡ് കഴിഞ്ഞാൽ ഓഷൻ എന്ന് പറഞ്ഞാൽ ഭൂമി കഴിഞ്ഞാൽ കടൽ, മെറു കഴിഞ്ഞുള്ള സമുദ്രം, അത് കഴിഞ്ഞ് സർപ്പന്റ്. ആ സർപ്പന്റ് ദൈവം ഇവിടെ കൊണ്ടുവന്ന് ലോകം മുഴുവനും ചുറ്റിയേക്കുക. ആ സർപ്പന്റെ വാലിൽ തന്നെ കടിച്ചേക്കുക, ടു ഫോം എ സർക്കിൾ അറൗണ്ട് ദ ഓഷൻ. ഇതേതാ നോർസ് മിത്തോളജിയാണ്. മിഡ്ഗാർഡിന്റെ കഴിഞ്ഞ് കടലിൽ കഴിഞ്ഞ് ലോകത്തിലെ ഏറ്റവും വലിയ സർപ്പന്റ് ഇങ്ങനെ ചുറ്റിക്കിടന്നിട്ട് സ്വന്തം വാലിൽ കടിച്ച് ഭൂമിയെ പ്രൊട്ടക്ട് ചെയ്യാണ്. എന്തിനാണ്? ഫ്രം ദ ജയൻസ് ഓഫ് ഔട്ട്സൈഡ്. യെസ്, അറ്റാക്ക് ഓൺ ടൈറ്റൻ സിനിമ അല്ല, ആനിമെ പോലെയാണ് പറഞ്ഞേക്കുന്നത്. ആ ഔട്ട്സൈഡുള്ള മൗണ്ടൻസിന്റെ പേരാണ്. ആ പാമ്പിങ്ങനെ കിടന്ന് കോടിക്കണക്കിന് വർഷങ്ങൾ കഴിഞ്ഞ് അത് മലയായി. അങ്ങനെയാണ് ഇവരെ രക്ഷിച്ചത്. ജോർമുങ്കാദർ എന്നാണ് ആ മൗണ്ടൻസിന്റെ പേര്. ഈ മൗണ്ടൻസിന്റെ വെളിയിലുള്ള ഒരു സ്ഥലമാണ് ആസ്ഗാർഡ് എന്ന് പറയുന്നത്. ആസ്ഗാർഡിൽ ഭയങ്കര പവറുള്ള ബീയിങ്സ് മജൂജും ഗൊജൂജും ഒക്കെ ആയിരിക്കും. നമ്മൾ മറ്റേ ലോക്കിയും ഒക്കെ വരുന്ന സ്ഥലമില്ലേ, ലോക്കി ആണ് ആ സ്ഥലത്തിന്റെ രാജാവിന്റെ, ആ വെളിയിലുള്ള സ്ഥലത്തിന്റെ രാജാവിന്റെ പേര് ലോക്കി എന്നാണ് നോർസ് മിത്തോളജിയിൽ. ഈവൻ ഇൻ നമ്മളുടെ സിനിമയിലെ ലോക്കി ഇല്ലേ, ഈസ് കമ്മിങ് ഫ്രം എ വെരി ഡാർക്ക് പ്ലാനറ്റ്, ഫ്രം ഐസ് ആൻഡ് നോ സൺ. ഫ്രീസ് ആണ് അവരുടെ ലോകം. അപ്പം അങ്ങനെയാണ് ഡൈയിങ് സ്റ്റാർ എന്ന് പറയുന്നത് ഇതുപോലുള്ള. അത് കഴിഞ്ഞിട്ട് ചൈനീസ് മിത്തോളജി ഉണ്ട്. ഞാൻ ഇതൊക്കെ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോവാണേ. ചൈനീസ് മിത്തോളജി കഴിഞ്ഞ് ഒരെണ്ണം കൂടെ പറയണം, അത് കഴിഞ്ഞിട്ട് നമുക്ക് പതുക്കെ വൈൻഡ് ചെയ്യാം. ചൈനീസ് മിത്തോളജിയിൽ കുൻലുൺ എന്ന് പറയുന്നതാണ് ഭൂമി. കുൻലുൺ കഴിഞ്ഞു കഴിഞ്ഞാൽ വലിയ റിവറാണ്. റിവർ കഴിഞ്ഞു കഴിഞ്ഞാൽ ജംബുദ്വീപയുടെ രാജാവ് ഒരു മതിൽ പണിഞ്ഞു വെച്ചിട്ടുണ്ട്. ജംബുദ്വീപയുടെ രാജാവ് മതിൽ പണിഞ്ഞു വെച്ചത് ഇംപാസിബിൾ ആണ്. ഇംപാസിബിൾ എന്ന് പറഞ്ഞാൽ ഒന്നിനും കടന്നു പോകാൻ പറ്റില്ല. ഇൻഫാക്ട് അവര് ബുക്കിനകത്ത് ചൈനീസ് മിത്തോളജിയിൽ എഴുതിയേക്കുന്നത് ഒരു കിളിയുടെ ഫെദർ പോലും അകത്തോട്ടോ വെളിയിലോട്ടോ പോകാൻ പറ്റാത്ത രീതിയിലാണ് ചെയ്തേക്കുന്നത്. എന്തിനാണ്? വെളിയിലുള്ള മിസ്റ്റിക്കൽ ബീയിങ്സ് മൗണ്ട് മെറു കീഴടക്കാൻ വരും. മൗണ്ട് മെറു കീഴടക്കാതിരിക്കാനാണ് ഇത് ചെയ്തേക്കുന്നതെന്നാണ് പറഞ്ഞേക്കുന്നത്. മൗണ്ട് മെറു എന്ന് പറയുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ പൊസഷൻ പോലാണ് അവർ പറഞ്ഞേക്കുന്നത്. സെന്റർ ഓഫ് ദ വേൾഡ്, കൈലാസം, ഈ 7 ലോകത്തിന്റെയും സെന്റർ. യെസ്, കൈലാസത്തിന് ചുറ്റുമാണ് സൂര്യൻ കറങ്ങുന്നതെന്നൊക്കെ ഉള്ള തിയറി ഉണ്ട്. അതൊക്കെ ഞാൻ ചെറിയൊരു ആനിമേഷനൊക്കെ പോലെ ഞാൻ കാട്ടിത്തരാം. അതിനകത്തോട്ട് നമ്മൾ ഡീപ്പ് ഡൈവ് ചെയ്യുന്നില്ല, കാരണം നിങ്ങളെ ഇപ്പോഴേ അതിലോട്ടൊക്കെ കൊണ്ടുപോയാൽ നിങ്ങൾക്ക് പോകണമല്ലോ. കൈലാസത്തിൽ പോകുന്നുണ്ട് ഗൈസ്. നമ്മൾ അടുത്ത വർഷം കൈലാസ യാത്ര ഞാനും ഇവിടെ കൂടെ നടത്തുന്നുണ്ട്. ജോയിൻ ചെയ്യുന്നവർക്ക് ജോയിൻ ചെയ്യാം. അപ്പോൾ അതാണ് അവർ പറഞ്ഞേക്കുന്നത്.
ഇനി എനിക്ക് ഒരു ട്രഡീഷനെ പറ്റി വേറൊരു സാധനം ഉണ്ട്. ഈ ഇത് സയന്റിഫിക് ആണ്. ഈ കൈലാസത്തിന്റെ അവിടെ ചെല്ലുമ്പം ബേസില് ഗ്രാവിറ്റേഷൻ എനർജിയില് വേരിയേഷൻ വരും, ഉറപ്പായിട്ടും ടൈമില് വേരിയേഷൻ വരും. കാരണം ഈ കൈലാസത്തിന്റെ ബേസ് ക്യാമ്പിലൊക്കെ ജീവിക്കുന്നവർക്ക് പെട്ടെന്ന് നഖം വളരുന്നു എന്ന് പറഞ്ഞാൽ വേറൊന്നുമല്ല, ടൈം ഡൈലേഷൻ സംഭവിക്കുന്ന രീതിയിൽ അവിടെ ഗ്രാവിറ്റി വർക്ക് ചെയ്യുന്നു. എല്ലാരും പറയുന്ന കൈലാസത്തിന്റെ അകത്ത് എവിടെ ഒരു പോർട്ടൽ കാണാൻ ചാൻസ് ഉണ്ടെന്ന്. എന്ന് വെച്ചാൽ എനിക്കിപ്പം ഞാൻ ഫുൾ ഷേവ് ചെയ്താൽ 7-8 ദിവസം എടുത്താലേ എനിക്ക് വളരുമെങ്കിൽ ഞാൻ കൈലാസത്തിൽ പോയി ഷേവ് ചെയ്യുകയാണെങ്കിൽ ഐ വിൽ ഹാവ് ബിയർഡ് ഇൻ ദ 3rd ഡേ. 2ാമത്തെ ദിവസം എനിക്ക് മുടി കളിക്കും. അത് മുടി മാത്രമല്ല, നമ്മൾ പ്രായം പെട്ടെന്ന് കൂടും, നമ്മളുടെ ഫുഡ് പെട്ടെന്ന് പന്നലായി പോകും. എന്ന് പറഞ്ഞാൽ ഇതിനകത്തോട്ട് കയറിയാൽ വെളിയിലുള്ളവർക്ക് പോകുന്ന അതേ സമയം തന്നെയാണ് നമുക്ക് പോകുന്നത്. പക്ഷെ നമുക്കുണ്ടാവുന്ന കാലത്തിന്റെ ആഘാതം വേറെയാണ്. വേറെ സാധനം ഉണ്ട്, ഇതുവരെ ആരും സബ്മിറ്റ് ചെയ്തിട്ടില്ല കൈലാസം. കൈലാസം ഈ ഒരു ചൈനീസ് ഗവൺമെന്റ് പ്രോജക്റ്റ് ആയിട്ട് ഹെലികോപ്റ്ററിൽ പോയി, അതുപോലും നടന്നില്ലല്ലോ. ഇല്ല, പക്ഷെ അവര് റിപ്പോർട്ട് ഒന്നും വെളിയിൽ വിട്ടിട്ടില്ല. ആൻഡ് ദേ ഡിസൈഡഡ് നോട്ട് ടു ഡു ദാറ്റ് എവർ അഗെയിൻ. അതിന്റെ മുകളിൽ എന്താണെന്ന് നോക്കാൻ വേണ്ടി ചൈനീസ് ഗവൺമെന്റ് ഹെലികോപ്റ്ററുമായിട്ട് പോയത് മാത്രമേ അറിയാവൂ. വന്നോ, പൊട്ടിയോ, ചത്തോ, തിരിച്ചു വന്നോ, ഏലിയൻസിനെ കണ്ടോ, ഒന്നുമില്ല. 2 ആഴ്ച കഴിഞ്ഞ് ചൈനീസ് ഗവൺമെന്റ് പറഞ്ഞു ഇനി ചൈനയിൽ നിന്ന് അവിടോട്ട് എക്സ്പെഡിഷൻ ഗവൺമെന്റ് ആൻഡ് പ്രൈവറ്റ് പാടില്ല, പെർമിറ്റ് എല്ലാം നിർത്തി. നോബഡി നോസ്. ഇനിയും ഒരു ട്രഡീഷനും കൂടെ എനിക്ക് പറയാനുണ്ട്, ജൂയിഷ് ട്രഡീഷൻ. ഇൻട്രസ്റ്റിംഗ് ആണ്, നല്ലോണം കേട്ട് വെക്കണം. സമ്പാത്യോൺ എന്ന് പറയുന്ന ഒരു വലിയ റിവറുണ്ട്. സാമ്പാത്യോൺ എന്ന് പറയുന്ന റിവറാണ് നിങ്ങൾ ചിലർ കേട്ടിട്ടുണ്ടാകും, ക്രിസ്ത്യൻസിന് മനസ്സിലാവും. സാബത്ത് റിവർ, സാബത്ത് എന്ന് കേട്ടിട്ടുണ്ട്. സാബത്ത് എന്ന് പറഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കി വെക്കുന്നത് 6 വർഷം അല്ലെങ്കിൽ 6 ദിവസം ജോലി ചെയ്തു, 7ാമത്തെ ദിവസം റെസ്റ്റ് എടുക്കുക എന്നുള്ളതാണ് അതിൻ്റെ കൺസെപ്റ്റ്. പക്ഷേ ഇത് എവിടുന്ന് വന്നു എന്ന് പറഞ്ഞാൽ ജൂയിഷ് ട്രഡീഷനിൽ സാമ്പാത്യോൺ എന്ന് പറയുന്ന ഒരു റിവറുണ്ട്. ആ റിവറിനകത്തെ കഥ എന്ന് പറഞ്ഞാൽ 6 ദിവസവും ഈ റിവറിൽ നിന്ന് പെബിൾസും കാറ്റും കരയിലോട്ട് എറിഞ്ഞുകൊണ്ടിരിക്കും. 7ാമത്തെ ദിവസം ഇത് അറിയത്തില്ല. പിന്നെയും 6 ദിവസം ഇത് എറിയും, 7ാമത്തെ ദിവസം ഇത് എറിയത്തില്ല. സോ അവിടെയും ഈ കടല് സാബാത്യോൺ എന്ന് പറയുന്നത് 7 ദിവസം 7 ദീപാസ് കല്ലെറിയുന്നു. സംതിങ് ഈസ് ഹാപ്പനിങ്. അവരും പറയുന്നത് ഒരു വേൾഡിനെ പറ്റിയാ. എന്നിട്ട് ഈ കല്ലെറിഞ്ഞു കഴിഞ്ഞിട്ട് ഇതാണ് ഇതിൻ്റെ ഇത്. എന്നിട്ട് ഇതിനെപ്പറ്റി പറയുന്നേക്കുന്നത് ഈ സാബാത്യോൺ റിവർ കഴിഞ്ഞാൽ ഒരു എൻക്ലോസ്മെൻ്റ് ആണെന്നാണ് പറഞ്ഞേക്കുന്നത്. ആ എൻക്ലോസ്മെൻറ്റ് കഴിഞ്ഞു കഴിഞ്ഞാൽ ബിയോണ്ട് ഇറ്റ് ആ ജൂയിഷ് ട്രഡീഷനകത്ത് എങ്ങനെ എഴുതി എനിക്കറിയാവോ, അവർ ലോസ്റ്റ് ട്രൈബ്സ് അവിടെ ആണെന്ന്. അവരുടെ ലോസ്റ്റ് ട്രൈബ്സ് അവിടെ ആണെന്നും അവർ തൽക്കാലത്തേക്ക് എന്തൊക്കെയോ കാരണം മൂലം എക്സൈലിലാണെന്നും. എക്സാക്ട് വാക്ക് ദേ ആർ ഇൻ എക്സൈൽ. 3ാമത്തെ വാക്ക് അൺടിൽ ദി മെസ്സയാനിക് ഏജ്. മെസ്സായ വരുന്നതിൻ്റെ അന്ന് അവർ ഞങ്ങളുമായിട്ട് തിരിച്ചെത്തും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെഴുതിയേക്കുന്നത് ഹിഡൻ ഹ്യൂമൻ കസിൻസ് ആണെന്നും അവരെ ഭൂമിയുടെ എൻഡിൽ വരാൻ വേണ്ടി അവരെ എക്സൈലിൽ വെച്ചേക്കുവാണെന്നാണ്. എടാ, ലോകത്ത് ഏറ്റവും കൂടുതൽ വാക്ക് തർക്കങ്ങളും യുദ്ധങ്ങളും ഉണ്ടാവുന്നത് ജൂയിഷും ഇസ്ലാമുകളും തമ്മിലാണ്. ഇസ്ലാമിക് ട്രഡീഷനിൽ വാള് പണിഞ്ഞു വെച്ചേക്കുന്നത് വെളിയിലുള്ളവരെ അകത്തോട്ട് വരാതിരിക്കാനും അവര് ഭൂമിയെ നശിപ്പിക്കാൻ വരുമെന്നാണ്. ജൂയിഷ് ട്രഡീഷനിൽ മെസ്സായ വരുമ്പോൾ നമ്മളുടെ ലോസ്റ്റ് കസിൻസ് വെളിയിലുള്ളവർ അകത്ത് വരുമെന്നും നമ്മളൊക്കെ റിഡംഷൻ തരുമെന്നുമാണ് പറഞ്ഞേക്കുന്നത്. ബ്രോ, യു സീ ദ ഐറണി. വൈ ദേ ആർ ഫൈറ്റിംഗ്? അതെ, മേ ബി ഇതൊക്കെ ആയിരിക്കാം. മേ ബി ഇത് അണ്ടർഗ്രൗണ്ട്, ആ ഗാസ സ്ട്രിപ്പ്, അല്ലെങ്കിൽ ദേ ആർ ട്രൈയിങ് ടു കൺട്രോൾ അണ്ടർഗ്രൗണ്ട് ടണൽസ്. കാരണം ഒരു ഫാക്ഷൻ, ഞാനും നീയും ഇത് കാണുന്നവരും മതത്തിൽ വിശ്വസിക്കുന്നതിൻ്റെ 100 ഇരട്ടിയാണ് ഈ ഇസ്രായേലും ഈ ഇസ്ലാമിക് രാജ്യം ഗാസയും തമ്മിൽ ഈ ബുക്കിൽ വിശ്വസിച്ച് ചാവുക. അവരുടെ വിശ്വാസത്തിൽ ഇസ്രായേൽ യുദ്ധം ജയിച്ചു കഴിഞ്ഞാൽ ഗോഗും മഗോഗിനെ ഇവർ വിളിച്ചോണ്ട് വരും, അവരുടെ കസിൻസ് ആണ് ഇവർ പറയുന്നത്. പക്ഷേ ഇവരുടെ ട്രഡീഷനിൽ ഗോഗും മഗോഗും വന്ന ഭൂമിയുടെ അന്ത്യം. ജൂയിഷ് ട്രഡീഷനിൽ ഗോഗും മഗോഗും വരാതിരിക്കാൻ ഈ തെണ്ടികൾ പണിഞ്ഞ വാളാണ്
ഇവരെയും കൊന്ന് ഈ വാള് പൊട്ടിച്ച് അവരെ തിരിച്ചു കൊണ്ട് വന്നാല് നമുക്ക് റിഡംഷൻ കിട്ടുമെന്നാണ്. എറ്റേണൽ ലോക്കാണ് ഇത്. നമ്മളുടെ കേരളത്തിലും മലയാളത്തിലും ഒക്കെ ജീവിക്കുന്നവർക്ക് ഇതൊന്നും അറിഞ്ഞുകൂടാ. ഇവർ ഇതിനൊക്കെ വേണ്ടിയാണ് ഇതൊക്കെ കാണിക്കുന്നത്. ഞങ്ങളെ നിങ്ങൾ വിശ്വസിക്കാനോ? അയ്യോ, ആരും വിശ്വസിക്കരുത്, അങ്ങനെ പറയല്ല. These are theories and probabilities. അങ്ങോട്ടും ഇങ്ങോട്ടും മരിക്കുവാണ്, മിസൈൽ ഇടുവാണ്. രാജ്യങ്ങൾ നശിച്ചാലും ഞങ്ങൾക്ക് മറ്റേ തെണ്ടികളെ കൊല്ലണം. ഈ തെണ്ടികൾ ആ തെണ്ടികളെ, ആ തെണ്ടികൾ ഈ തെണ്ടികളെ കൊല്ലണം. കാരണം ഗാസ സ്ട്രിപ്പിൽ യുദ്ധം തുടങ്ങിയപ്പോൾ എന്തായിരുന്നു? തിരിച്ച് അറ്റാക്ക് ചെയ്യണം, പാഠം പഠിപ്പിക്കണം, നിർത്തണം. പക്ഷെ ഇപ്പം അതാണ് നടക്കുന്നത്. അനൈലേഷനാണ്. എന്ന് പറഞ്ഞാൽ കുഞ്ഞുങ്ങളെയും ഗർഭിണികളെയും അപ്പൂപ്പന്മാരെയും റോഡിലിട്ട് വെടിവെച്ച് പട്ടിണി കിട്ടും കൊല്ലുക. എത്രയൊക്കെ തീവ്രവാദികളാണെന്ന് പറഞ്ഞാലും ഐ അണ്ടർസ്റ്റാൻഡ്. പക്ഷേ ഒരു കുലം മുഴുവൻ നശിപ്പിക്കുക എന്ന് പറഞ്ഞാൽ അത് ഒരു തീവ്രവാദത്തിനെതിരെ ഉള്ളൊരിതല്ല. അതെ, അത് ഇൻഹെറിറ്റൻ്റ് ആയിട്ട് ഹേറ്റഡ് ആണ്. അത് ഹേറ്റഡ് എവിടുന്ന് വന്നു? അവരുടെ ബുക്കിൽ നിന്ന് വന്നു. ആ ബുക്കിൽ നിന്ന് എന്താണ് വന്നത്? നമ്മളിപ്പോൾ കണ്ടുകൊണ്ട് ഇരിക്കുന്ന സാധനങ്ങളാണ്. എന്തുകൊണ്ടാണ് ഹിസ്റ്ററിയിലെ പല ശക്തികളും, നമുക്കറിയാവുന്ന ചില ഹിസ്റ്ററിയിലോട്ട് പോവാം, അതിന് മുമ്പുള്ളത് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ പോഡ്കാസ്റ്റ് കട്ട് ചെയ്യും. ജൂതന്മാരെന്ന് പറയുന്ന ആളുകളെ ഇതിന് മുന്നേയും എക്സിസ്റ്റൻഷ്യൽ ക്രൈസിസിലാക്കിയിട്ടുണ്ട്. അന്നും ഹിറ്റ്ലർ എന്ന് പറയുന്ന ആള് ഇവരെ തീർക്കണമെന്നും ഇവർ ലോകം നശിപ്പിക്കുമെന്നും ഇവർക്ക് ഡീമൺസിനെ സമൺ ചെയ്യാനുണ്ടെന്നും വാർ പോസ്റ്റിൽ വന്നിരുന്ന് പറഞ്ഞ ആളാ ഹിറ്റ്ലർ. ദേ ഹാവ് ദ പവർ ടു സമൺ ഡീമൺസ് ഫ്രം അതർ വേൾഡ് എന്നും പറഞ്ഞുകൊണ്ട് ഹിറ്റ്ലർ എങ്ങോട്ടാ പോയത്? ഐസ്വാളിന്റെ അങ്ങോട്ടാ പോയത്. ജർമ്മൻ എക്സ്പെഡിഷൻ ഐസ്വാളിന്റെ അവിടെ പോയി എന്തോ ചെയ്തിട്ടാണ് പുള്ളി തിരിച്ചു വന്നത്. വന്നു കഴിഞ്ഞതും ലോകത്തെ മുഴുവൻ ക്രിസ്ത്യൻ രാജ്യവും ജൂയിഷ് രാജ്യവും ഹിറ്റ്ലറിന്റെ രാജ്യവും ഹിറ്റ്ലറിന്റെ പട്ടാളക്കാരും നാസി ഐഡിയോളജിയും ഇല്ലാതാക്കി പപ്പറ്റ് ഗവൺമെന്റ് സ്ഥാപിച്ചു. അന്ന് ഹിറ്റ്ലർ പറഞ്ഞത് ഇവരാണ് വില്ലൻ എന്നാണ്. ലോകത്തിലെ എല്ലാ ക്രിസ്ത്യൻ രാജ്യങ്ങളും കൂടെ ഹിറ്റ്ലറിനെ കൊന്നിട്ട് ഹിറ്റ്ലറിനെ വില്ലനാക്കി. ആഫ്റ്റർ 50 years അല്ലെങ്കിൽ 70 years വാട്ട് ഈസ് ഹാപ്പനിങ് നൗ? എക്സാക്ട്ലി. ഹിറ്റ്ലറിന് പകരം വേറൊരു ഫാക്ഷൻ വന്ന് പറയാണ് ഇവര് ലോകത്തിന് പ്രശ്നക്കാരാണ്, ഇവരെ ഇല്ലാതാക്കിയേ പറ്റൂ, ഇവർക്ക് ഡീമൻസിനെ സമൺ ചെയ്യാനുള്ള പവർ ഉണ്ട്. മറ്റേ അമ്പലം എന്നൊക്കെ പറയത്തില്ലേ, അമ്പലത്തിൽ എന്തിനാ ഇവര് ചുമന്ന പശുവിനെ കൊണ്ടുവന്ന് അറക്കുന്നു, ജേഴ്സി പശുവിനെ കൊണ്ടുവരുന്നു. വേൾഡ് ലീഡേഴ്സ്, ഈ അഡ്വാൻസ് ടെക്നോളജിയും ടൈം ട്രാവലും റിസർച്ച് ചെയ്യുന്ന ആളുകൾ 4 ജേഴ്സി പശുവിനെ കൊണ്ടുവന്ന് അമ്പലത്തിന്റെ ചുറ്റുമിട്ട് കറക്കുക. ആടിന്റെ തലയുള്ള ദൈവത്തിന്റെ അടുത്ത് രാത്രി പോയി ആളുകളെ കൊന്നു കൊടുക്കുക. ബ്രോ, അവര് ഇത് എക്സിസ്റ്റൻഷ്യൽ ക്രൈസിസ്. അന്ന് ഹിറ്റ്ലർ എന്താണോ ചെയ്യാൻ ശ്രമിച്ചത് അത് തന്നെയാണ് ഇന്ന് ഇസ്ലാമും ചെയ്യാൻ ശ്രമിക്കുന്നത്. എൻഡിങ് ഓഫ് ജ്യൂസ്. പക്ഷേ ജ്യൂസ് എല്ലാവരും കൂടി ഇപ്പം ആ ഒരു ഗാസയും ആ ഒരു ഇതെല്ലാം ഇറാനാണ് ലാസ്റ്റ് ലൈൻ ഓഫ് ഡിഫൻസ്. ജ്യൂസ് റൺ ദ വേൾഡ്. ഇറാനെയും അവർ നശിപ്പിക്കും. അന്ന് ഹിറ്റ്ലർ വില്ലൻ ആയതുപോലെ ഇപ്പൊ ഇറാനും ലോകത്തിന്റെ വില്ലനാ. യഥാർത്ഥത്തിൽ വില്ലനാണോ അല്ലയോ എന്നൊന്നും നമുക്കറിയത്തില്ല. നമുക്ക് അമേരിക്ക പറയുന്ന അല്ലെങ്കിൽ ഇസ്രായേൽ പറയുന്ന ന്യൂസ് മാത്രമേ ഇന്ത്യയിൽ ഓടൂ. മനസ്സിലായോ? അപ്പോൾ അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട്. അതിനെപ്പറ്റിയൊക്കെ നമുക്ക് ചിന്തിക്കേണ്ട സമയമായി. ഞാൻ ജ്യൂസിനെ പറ്റി ഒരു എപ്പിസോഡ് ചെയ്തിട്ടുണ്ട്, ഒരു ആടിന്റെ തലയുള്ള എപ്പിസോഡ് നിങ്ങൾ കാണണം. അവരാണ് ലോകം റൺ ചെയ്യുന്നത്. എക്സാക്ട്ലി. ആൻഡ് സാഡ്ലി ദേ ആർ ചിന്തിച്ച് ഭയങ്കര ഡെപ്തിൽ. അവര് ലോകം റൺ ചെയ്യുന്നു, എല്ലാം ഓക്കെയാണ്. ദേ ആർ സ്മാർട്ടർ, ബിഗർ, എല്ലാം ഓക്കെയാണ്. പക്ഷെ അവര് എന്തിനാണ് പല മതങ്ങളും ഡീമണാന്ന് പറയുന്ന ബാഫമെറ്റിനെ ആരാധിക്കുന്നത്? നിങ്ങളൊരു ജൂതൻ, നിങ്ങളെ അറിയാവുന്ന ആളുണ്ടെങ്കിൽ അയാളോട് പോയി ചോദിക്കുക ഹൂ ഈസ് യുവർ ഗോഡ് എന്ന്. അവൻ പറയത്തില്ല. അവൻ പറയുന്നത് ഒറ്റ വാക്കാണ്, അവരുടെ ദൈവം ബാഫമെറ്റ് മാത്രമേ ഉള്ളൂ. ക്രിസ്തു അവരുടെ ദൈവമൊന്നുമില്ല. ക്രിസ്തുവിനെ കൊന്നയാരാ? അല്ല, ജൂതന്മാരാ. മനസ്സിലായോ? എന്നിട്ടും അവര് ക്രിസ്ത്യാനിറ്റിയുടെ ഏറ്റവും വലിയ ഫ്രണ്ടാ. നമ്മുടെ മെയിൻ സ്ട്രീം ജൂതന്മാർക്കൊന്നും അറിയത്തില്ല. ഇല്ല, ഇപ്പോഴത്തുള്ള ജൂതന്മാർക്കോ ക്രിസ്ത്യൻസിനോ ഈ കഥയൊന്നും അറിഞ്ഞൂടാ. അവര് നിങ്ങളുടെ ദൈവത്തിനെ കൊന്ന ആളുകളാണ് നിങ്ങളുടെ ഏറ്റവും വലിയ ഫ്രണ്ട്സ് ഇപ്പോ. ഇമാജിൻ ദി കോൺസ്പിറസി ഓൺ ദാറ്റ്. ഈ 2000 വർഷങ്ങൾക്ക് മുന്നേ ക്രിസ്തുവിനോട് പറഞ്ഞ വിശ്വസിക്കോ? ക്രിസ്തു നിന്നെ ഇപ്പൊ കൊന്നില്ലേ,
കൊന്നവരായിരിക്കും നിങ്ങളുടെ ഏറ്റവും വലിയ ബെസ്റ്റ് ഫ്രണ്ട്സ് 2000 വർഷം കഴിഞ്ഞെന്ന് പറഞ്ഞാൽ ക്രിസ്തു അന്ന് കുത്തുന്നതിന് മുന്നേ മനം പൊട്ടി മരിച്ചു പോയേനെ. സത്യം. അതാണ് ഇപ്പൊ സംഭവിക്കുന്നത്. ഇത് കമ്മ്യൂണൽ ഹേറ്റ് ഉണ്ടാക്കാനോ കാര്യങ്ങളോ ഒന്നും അല്ല. എനിക്ക് തോന്നുന്നത്, ഞാൻ പച്ചയ്ക്ക് പറയുന്നത് അതെ തന്നെ. ഈ ഒരു കാര്യം പറയുകയാണെങ്കിൽ ഈ ഹിറ്റ്ലറിനെ കണക്ക് ഒരാളെ എടുക്കുക, ഈസ് മെന്റലി കുറച്ച് ഭയങ്കര ഹൈലി അഡ്വാൻസ് മൊറാലും പ്രിൻസിപ്പിളും ഒക്കെ ഉണ്ടെങ്കിലും മെന്റലി ഈസ് എ സെയിൻ മാൻ. എടാ, അക്കോർഡിംഗ് ടു എവറി സൈക്കോളജിക്കൽ ടെസ്റ്റ് ഹിറ്റ്ലർ ഒരു വട്ടനല്ല. അല്ല, മാത്രമല്ല ഞാനൊരു കാര്യം പറയട്ടെ, ജർമ്മനി പോലുള്ള ഒരു വാർ മെഷീൻ അല്ലെങ്കിൽ ഒരു രാജ്യത്തിന്റെ ഫ്യൂറർ ആവാൻ ഒരു വട്ടുള്ള ആൾക്ക് പറ്റുമോ? എടാ, എക്സാക്ട്ലി, മനസ്സിലായോ? ഹി ഹാസ് ടു ഗോ ത്രൂ ഡിഫറെന്റ് പൊസിഷൻസ്. സോൾജിയർ, വാർ, അത് കഴിഞ്ഞിട്ട് എന്തുവാ ഈ ജർമ്മൻ SS, അവരുടെ മറ്റേ KGB CIA പോലുള്ള SS, അത് കഴിഞ്ഞ് സ്പൈ വർക്ക്, ഇതെല്ലാം കഴിഞ്ഞ് ഏറ്റവും ടോപ്പിൽ എല്ലാത്തിനും പെർഫോം ചെയ്യുന്ന ബെസ്റ്റ് ലീഡറിനെ അവരുടെ രാജ്യം സെലക്ട് ചെയ്തതാണ്. അയാൾ വട്ടനായിരുന്നു, അയാൾക്ക് പ്രാന്തായിരുന്നു എന്ന് പറയുന്നത് ഫേക്ക് കഥയാണ്. അത് അങ്ങനെ ഈ ഹിറ്റ്ലറിന്റെ സ്റ്റെപ്പ് ഡാഡ് എങ്ങനെ എന്തോ ഒരാൾ ജൂ അല്ലായിരുന്നു. എന്നിട്ട് ഹിറ്റ്ലർ ഇത്രയും ജൂതന്മാരെ കൊല്ലാൻ കാരണം അയാളുടെ അച്ഛൻ ജൂതനായിരുന്നു, എന്നിട്ട് അയാളെ ഇട്ടിട്ട് പോയതിന്റെ ഗ്രഡ്ജാണ് തീർത്തേന്നാണ് ബാലരമയില് വായിക്കുന്നത്. ബ്രോ, ഇതാണ് നമ്മളെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് ജൂസിനെ അവർ ഗ്യാസ് ചേമ്പർ ഇട്ട് കൊന്നു. ഹിറ്റ്ലർ കമ്മിറ്റ് ചെയ്തിട്ടുണ്ട് ഡെത്ത്. ബട്ട് ഹിറ്റ്ലർ കമ്മിറ്റ് ചെയ്ത അതേ റേഞ്ചിൽ ഞാൻ പറയുന്നു, നിങ്ങൾ കണക്കെടുത്ത് നോക്കുക, അമേരിക്കൻ പ്രസിഡൻസ് കഴിഞ്ഞ 10 വർഷം 20 വർഷം ഒന്നും എടുക്കണ്ട, ഒബാമ ഉൾപ്പെടെ എത്ര പേരെ കൊന്നിട്ടുണ്ടെന്ന് അറിയാവോ? ഒബാമ കിൽഡ് നിയർലി 20 മില്യൺ പീപ്പിൾ. ഒബാമേന്റെ കാര്യം പറഞ്ഞപ്പോഴാ 20 മില്യൺ പീപ്പിൾ. ഈ അലക്സ് ജോൺസിന്റെ എപ്പിസോഡിനകത്ത് പുള്ളി കൺസ്ട്രെയിൻഡ് ആയിട്ട് പറയുക, ഹി നോസ് കൺസ്ട്രക്റ്റീവ് എവിഡൻസ് ദാറ്റ് ഒബാമ ഈസ് ഗേ. ഒബാമ ഈസ് ഗേ എന്ന് മാത്രമല്ല, ഒബാമയുടെ ഭാര്യ എന്ന് പറയുന്ന ആള് മൈക്കിൾ ഒബാമ, നിങ്ങൾ മിഷേൽ ഒബാമ എന്ന് പറയും. ഹീസ് എ ഡ്യൂഡ്. നിങ്ങൾ അതിനെപ്പറ്റി റിസർച്ച് ചെയ്യുക, ഗൂഗിളിലൊന്നും സെർച്ച് ചെയ്താൽ കിട്ടൂല. ഞാൻ ഈ റിസർച്ച് എന്ന് പറയുന്നത് നിങ്ങൾ ഗൂഗിളിൽ ഈസ് ഒബാമ ഈസ് ബൈ ഗേ എന്ന് അടിച്ചു നോക്കിയാൽ കിട്ടൂല. റിസർച്ച് മീൻസ് യു ഹാവ് ടു ഡിഗ് ഡീപ്പർ. അത് നിങ്ങൾ തന്നെ കണ്ടുപിടിക്കണം. മൈക്കിൾ എന്നാണ് പുള്ളിയുടെ പേര്. ഇപ്പൊ കഴിഞ്ഞ ഇടയ്ക്ക് മൈക്കിൾ IVF കൂടാണ് കുഞ്ഞുണ്ടായെന്ന് പറയുന്നു. മൈക്കിളിന്റെ ബോഡി സ്ട്രക്ചറും മൈക്കിളിന്റെ ചില ശരീരഭാഗങ്ങളും ഒക്കെ നമുക്ക് ചില സ്ഥലത്ത് അറിയാനും ബാക്ക് ഉണ്ടല്ലോ. അപ്പൊ നിങ്ങൾ നോക്കുക, അത് നിങ്ങൾ നോക്കാതിരിക്കുക. ദാറ്റ് ഈസ് ഫോർ യുവർ. എന്നിട്ട് അങ്ങനെയുള്ള കാര്യങ്ങളാണ് നടക്കുന്നത്. എന്നിട്ട് ഈ ഒബാമ എന്ന് പറയുന്ന ആള് ഈയിടെ ട്രംപ് പറഞ്ഞതാ, ഞാൻ ഒന്നുകൂടെ പറയാം, നിങ്ങളത് കേൾക്കണം. ലോകത്തിലെ ഏറ്റവും വലിയ ഗ്രീൻ ഇനിഷ്യേറ്ററാ. കാർബൺ കുറയ്ക്കണം, ഗ്ലോബൽ വാർമിംഗ്, മറ്റേത് മറിച്ചത് എന്ന് പറയുന്ന, നമ്മൾ പ്ലാസ്റ്റിക് സ്ട്രോ ഉപയോഗിക്കരുത്, നമ്മൾ കാർ എടുക്കരുത്. ഇന്ത്യയിൽ അയാൾ പറയുവാണ് ഇന്ത്യയിൽ കാർ പ്രൊഡക്ഷൻ നിർത്തണമെന്ന്. എന്നിട്ട് എന്തുകൊണ്ടാണ് ഗ്ലോബൽ വാർമിംഗ്? എന്നിട്ട് ഇയാള് 1 മണിക്കൂർ ഗോൾഫ് കളിക്കാൻ ആഴ്ചയിൽ 3 ദിവസം 747 ഹവായിൽ പോകും. 7 മണിക്ക് ഹവായിൽ നിന്ന് 747 അയാൾ ഹവായി പോയി 8 മണി വരെ ഗോൾഫ് കളിച്ചിട്ട് ഹവായിൽ നിന്ന് ന്യൂയോർക്കിൽ തിരിച്ചെത്തും. ആ പ്രൊപ്പഗാൻഡ എന്ന് പറയുന്നത് അയാൾ, അപ്പൊ അത് വെറും ഒരു ഫോൾസ് അലിഗേഷൻ ആണ്. സത്യം. 7 അന്നത്തെ ഏറ്റവും വലിയ പ്ലെയിനാ. സത്യം. അയാൾക്ക് വേണേ പ്രൈവറ്റ് ജെറ്റിൽ പാം, അയാൾക്ക് വേണേ ബോട്ടിൽ പാം, അയാൾക്ക് വേണേ പ്ലെയിനിൽ പാം, നല്ലൊരു പ്ലെയിനിൽ പാം. only the biggest plane available in America. എയർഫോഴ്സ് 1ഉം 747 മാത്രമേ പുള്ളി ഉപയോഗിക്കത്തുള്ളൂ. 1 മണിക്കൂർ ഹവായി പോയി ഗോൾഫ് കളിക്കാൻ. അപ്പൊ അതൊക്കെയാണ് നമ്മളുടെ ഇത്. അലക്സ് ജോൺസിന്റെ പോഡ്കാസ്റ്റ് രസമായിരുന്നു. അലക്സ് ജോൺസ് ആണെന്നും എനിക്ക് ഉറപ്പില്ല. പുള്ളി കുറച്ച് തടിയൊക്കെ ഉള്ള ഒരു മട്ടത്തലേനാ. പുള്ളിക്കാരൻ ഒരു കൺസ്ട്രക്റ്റീവ് എവിഡൻസ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. സംഭവം എന്ന് പറഞ്ഞാൽ ഒബാമയുടെ മെയിലിൽ നിന്ന് ഇത് തൂക്കുന്നത്. ഒബാമയുടെ പല ക്ലാസ്മേറ്റ്സും വന്ന് ഇത് TV പറഞ്ഞിട്ടുണ്ട്. ഒബാമയും മൈക്കിളും ബെസ്റ്റ് ഫ്രണ്ട്സ് ആയിരുന്നു കോളേജിൽ. അത് കഴിഞ്ഞ് ഇവർ ഗേ ആണെന്ന് പലർക്കും സംശയം ഉണ്ടായിരുന്നു. മൈക്കിള് തന്നെയാണ് മിഷേലെന്നും മിഷേൽ ആള് മാറിയതാണെന്നും ഇവർ ഗേ കപ്പിളായിട്ട് പ്രസിഡന്റ് ആവാൻ പറ്റാത്തതുകൊണ്ട് ഇവളെ പെണ്ണാക്കിയതാണെന്നും അയാളുടെ കൂടെ പഠിച്ച ആളുകളുടെ ടെസ്റ്റിമോണീസ് ഉണ്ട്. ആൻഡ് ദോസ് ആർ ഓൾ മിലിറ്ററി പേഴ്സണൽ. അവരൊക്കെ ഒരു പ്രസിഡന്റിനെ പറ്റി അവരങ്ങനെ പറയേണ്ട കാര്യമില്ല. അതുപോലെ തന്നെ നിങ്ങൾക്ക് വേറൊരു കാര്യം അറിയാമോ? അടുത്ത എപ്പിസോഡിൽ നമ്മൾ സൊറാസ്ട്രിയനിസം എന്ന് നമ്മൾ കുറേ വട്ടം ഇവിടെ പറഞ്ഞിട്ടുണ്ട്. പലർക്കും അതെന്തോന്നുണ്ട്, നിനക്ക് പറഞ്ഞുകൂടല്ലോ.
വി വിൽ ടോക്ക് അബൌട്ട് സൊറാസ്ട്രിയനിസം. കാരണം സൊറാസ്ട്രിയനിസത്തിനെ പറ്റി ഞാൻ ചെറിയൊരു ഹിന്റ് തന്നിട്ട് നടത്താം. നമുക്ക് സമയമായോ? ചെറിയൊരു ഹിന്റിന് സമയമുണ്ട്. ഓക്കെ, ചെറിയൊരു ഹിന്റ് തരാം. എന്ന് പറഞ്ഞാൽ സൊറാസ്ട്രിയനിസത്തിലെ നമ്മുടെ ഹിന്ദു മിത്തോളജിയിലെ ഗുഡ് ഗൈസ് ദൈവങ്ങളാണ്. ഹിന്ദു മിത്തോളജിയിലെ വില്ലൻസ് ആരാണ്? അസുരാസ് ആണ്. എന്ന് പറഞ്ഞാൽ ഹിന്ദു മിത്തോളജി ദൈവങ്ങളും അസുരന്മാരും എപ്പോഴും അടിയാണ് ചവിട്ടാണ്, അവർ ജയിക്കും ഇവർ ജയിക്കും, ദൈവങ്ങളും അസുരന്മാരും. സൊറാസ്ട്രിയനിസത്തിൽ പറയുന്നതെന്ന് പറഞ്ഞാൽ സൊറാസ്ട്രിയനിസത്തിന്റെ ഗുഡ് ഗൈസ് ആരാന്നറിയാമോ? അഹൂറാസ് അല്ലെങ്കിൽ അഷൂറാസ്. അഷൂറാസ് എന്ന് പറയുന്ന അവരുടെ ഗുഡ് ഗൈസ് അല്ലെങ്കിൽ ദൈവീകത എന്ന് നമ്മൾ പറഞ്ഞു. നമ്മളിപ്പോൾ ദൈവം എന്ന് പറയുന്നത് തന്നെ ഗുഡ് എന്നാ. അഷൂറാസ് ആണ് അവരുടെ ഗുഡ് ഗൈസ്. ഈ ഗുഡ് ഗൈസിന്റെ കീഴിൽ അവർ സന്തോഷപരമായിട്ട് ജീവിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇവരെ കൊല്ലാനും തിന്നാനും വരുന്ന ഡീമൺസ് ആണ് ദീവാസ്. മനസ്സിലായോ? സോ ക്ലിയർലി ഈ അസുരന്മാരും ദൈവങ്ങളും തമ്മിലുള്ള യുദ്ധം എന്ന് പറയുന്നത് മറ്റേ ഇന്റർ പ്ലാനറ്ററി അല്ലെങ്കിൽ സ്പിരിച്വൽ റെലോ ഒന്നും അല്ല. ദേ വർ ജസ്റ്റ് ഹാവിങ് എ വാർ ബിറ്റ്വീൻ 2 continents. അമേരിക്കൻസും ഓസ്ട്രേലിയൻസും റഷ്യൻസും തമ്മിലുള്ള യുദ്ധം സെയിം തിങ്. റഷ്യൻസിനെ സംബന്ധിച്ച് അമേരിക്കക്കാര് ഇവരെ കൊന്നു തിന്നാൻ വരുന്ന വില്ലൻസ് ആണ്. സത്യം. അമേരിക്കനെ ഉദ്ദേശിച്ച് ന്യൂക്ക് ഇടാൻ നിൽക്കുന്ന വില്ലനാണ് പുടിൻ. സെയിം തിങ്. ആൻഡ് വേറൊരു ഇതും കൂടെ പറഞ്ഞാൽ നിർത്താം. ഇതിൽ കൂടുതൽ ഞാൻ പറയത്തില്ല, എൻ്റെ എപ്പിസോഡിൻ്റെ ഇതെല്ലാം പോകും. ദൈവങ്ങളുടെ നമ്മളുടെ കിങ് ഓഫ് ഗോഡ്സ് ആരെന്നറിയോ? ഇന്ദ്രദേവനാ. ഇന്ദ്രദേവനാണ് നമ്മളുടെ കിങ് ഓഫ് കിങ്സ്, നമ്മളുടെ യുദ്ധത്തിൻ്റെ എല്ലാം പടനായകൻ. ദൈവങ്ങൾ യുദ്ധം പോകുമ്പം ഇന്ദ്രനാണ് നയിക്കുന്നത്. ഇനിയും സൊറാസ്ട്രിയനിസത്തിൽ ഈ ക്ലൂ കൂടെ പറഞ്ഞാൽ നിർത്തുവേ. സൊറാസ്ട്രിയനിസത്തിൽ ഈ ഡീമൺ ദൈവാസ് ഇല്ലേ, അവരുടെ അവരുടെ ഡീമൺ കിങ്ങിന്റെ പേരെന്തോ അറിയാവോ? ഇന്ദർ. ഇന്ദർ ആണ് അവരുടെ ഡീമൺ കിങ്. അവരുടെ മിത്തോളജിയിൽ ഇന്ദ്രനെ വരച്ചു വെച്ചേക്കുന്നത് നമ്മൾ അസുരന്മാരെ വരയ്ക്കുന്ന പോലെ, ഇതൊക്കെ ഇട്ട് കറുപ്പൊക്കെ ഇട്ട് കൊമ്പൊക്കെ ആയിട്ട്. നമ്മൾ അവരുടെ ദൈവങ്ങളെ വരച്ചേക്കുന്നത് തിരിച്ചാ. See guys, in the end always us we get manipulated. Yeah. So guys, ഈ എപ്പിസോഡ് ഇവിടെ തീരുന്നതിന് മുന്നേ 2-3 കാര്യം പറയാനുള്ളത് വെച്ചാൽ, ഒന്ന്, ഞങ്ങൾ പറയുന്നതെല്ലാം നിങ്ങളൊന്ന് റീസർച്ച് ചെയ്യുക. ഞങ്ങൾ മാക്സിമം പിക്ചേഴ്സ് ഒക്കെ കൊടുത്തേക്കാം. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യാത്തവർ ജോയിൻ ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് കണ്ടിട്ട് ഇതുപോലുള്ള പോഡ്കാസ്റ്റുകൾ സപ്പോർട്ട് ചെയ്യണമെന്ന് തോന്നുന്നെങ്കിൽ വേറെ ഒന്നും വേണ്ട, സബ്സ്ക്രൈബ് ചെയ്യുക. ഗൈസ് പറ്റുമെങ്കിൽ ഹൈപ്പ് ബട്ടണും കൂടെ. അത് പുതിയൊരു ഫ്യൂച്ചർ വന്നിട്ടുണ്ട്. കാരണം എല്ലാവർക്കും വരത്തില്ലെന്ന് തോന്നുന്നു. മൊബൈലിൽ കമന്റ് സെക്ഷൻ സ്വൈപ്പ് ചെയ്യുമ്പം എന്നുവെച്ചാൽ കമന്റ് എന്നൊക്കെ എഴുതിയേക്കുന്നതല്ല, കമന്റ്സ് അല്ല, കമന്റ് എന്ന് എഴുതി മറ്റേ ലൈക്ക് ബട്ടണും എല്ലാം കൂടി ഇല്ലേ, അതിങ്ങനെ സ്വൈപ്പ് ചെയ്യുമ്പം ഹൈപ്പ് എന്ന് പറഞ്ഞൊരു സാധനം വരുന്നുണ്ട്. അതൊന്ന് ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യുക. സോ ഗൈസ്, it's 3 here. Talk to you guys later. Love you ഗൈസ്. അതുപോലെ തന്നെ ഞങ്ങൾക്ക് ഗസ്റ്റുകൾ ഉണ്ടെങ്കിൽ പറഞ്ഞു തരിക. മറ്റേ ഗസ്റ്റ് എന്ന് പറയുന്ന ഗ്രൂപ്പിനകത്ത് ആളുകളെ സജസ്റ്റ് ചെയ്യുക. വെറുതെ സജസ്റ്റ് ചെയ്തിട്ട് കാര്യമില്ല. ഞാനും ഇവനും ഒന്നും ചുമ്മാ വിളിച്ചായിരുന്നു ആളുകൾ വരില്ല. 2,000-3,000 പേരേ ഉള്ളൂ. അത് ഞങ്ങൾ 2-3 പേരെ വിളിച്ച് അവരൊക്കെ കാശ് ചോദിച്ചു, കാശ് വാങ്ങിച്ച് ഇവിടെ കൊണ്ടുവരുന്നവരെ നമുക്ക് വേണ്ട. അപ്പം സംസാരിക്കാൻ അല്ലെങ്കിൽ അറിവ് പകരാൻ, പുതിയ വേറെ പെർസ്പെക്റ്റീവിൽ ടോക്ക് ചെയ്യാൻ താല്പര്യമുള്ളവരെ നിങ്ങൾക്കറിയാമെങ്കിൽ ഡു റെക്കമെൻഡ്, ഞങ്ങളെ കണക്ട് ചെയ്യുക, വരിക. നമുക്കൊരു വിൽ ഹാവ് എ ഗുഡ് ഡേ ഇൻ ട്രിവാൻഡ്രം, വിൽ ഗോ ഫോർ കോഫി. So that's it. Bye guys.